ഈ മൈക്കനെ ശപിക്കാം, ഈ കസേറിനെ ശപിക്കാം. കസേര എന്ത് ചെയ്തിട്ടാണ് കസേറിനെ ശപിക്കണത്? അതിനൊരു ഇച്ഛാശക്തിയില്ല, ആ കസേരക്കൊരു ബുദ്ധിയില്ല, വിവരമില്ല, ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നോ ധിക്കരിക്കണമെന്നോ ഉള്ള ബോധം അതിനില്ല, ഒരു മാർഗദർശനം അതിനോട്ട് ലഭിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു വസ്തുവിനെ ധിക്കരിക്കേണ്ടതോ അനുസരിക്കേണ്ടതോ ആയ ആവശ്യം ഇല്ല. മാനവരാശിക്ക് അള്ളാഹുവിനെയോ അവന്റെ കൽപ്പനകളെയോ ധിക്കരിച്ചുകൊണ്ട് മുന്നേറുക സാധ്യവുമല്ല. മറ്റു വസ്തുക്കൾക്കൊക്കെ അവക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു വ്യവസ്ഥതയുണ്ട്. ആ വ്യവസ്ഥതയിലൂടെ പോകുവാനേ അവയ്ക്ക് കഴിയുകയുള്ളൂ. ഇപ്പൊ സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും മനുഷ്യരല്ലാത്ത മറ്റേത് ജീവജാലങ്ങളാണെങ്കിലും അവക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു പാത, ആ പാതയിലൂടെ സഞ്ചരിക്കാൻ മാത്രമേ അവയ്ക്ക് കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ അനുസരിക്കാനോ ധിക്കരിക്കാനോ കഴിയാത്ത ജീവജാലങ്ങളാണ് മനുഷ്യരല്ലാത്ത ബാക്കിയുള്ളതെല്ലാം. ഒരു കുട്ടിയെ പോലും ശപിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം ആ കുട്ടിക്ക് മാർഗദർശനമില്ല. ഒരു ബുദ്ധിയില്ലാത്ത ഒരു ഭ്രാന്തനായ ആണ് ശപിക്കേണ്ടതില്ല. കാരണം അവന് വിവേകമില്ല, വിവരമില്ല, ധിക്കരിക്കേണ്ടതിനെ കുറിച്ചോ അനുസരിക്കേണ്ടതിനെ കുറിച്ചോ ബോധമില്ല. അപ്പോ ദൈവാസ്തിത്വത്തെക്കുറിച്ച് യുക്തിഭദ്രമായി മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യർക്ക്, ആ മനുഷ്യർ അവർ അതിനെ ധിക്കരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാത്ത ആളുകൾ ആ രൂപത്തിൽ ഇതിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കോപത്തിനോ ശാപത്തിനോ അവർ ഇരയാകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഖുർആനിൽ ലഅനത്ത് പറഞ്ഞ ഒരുപാട് ആയത്തുകളുണ്ട്. വിശുദ്ധ ഖുർആൻ ശപിച്ചത് സൂറത്ത് മാഇദയിൽ ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകളിൽ ഒന്നും തന്നെ 2-3 ആയത്തുകൾ ഞാൻ ഓതി കേൾക്കും. മിനല്ലദീന ഹാദു യുഹരിഫൂനൽ കലിമ അൻ മവാദിഇഹി, യഹൂദികളായി തീർന്ന ആളുകൾ അവര് പദങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി വ്യാഖ്യാനിക്കുന്നു. വയഖൂലൂന, അവര് പറയുന്നു, സമീഅന വ അസൈന, ഞങ്ങൾ കേട്ടു ധിക്കരിച്ചു. ഇതാണ് അവരുടെ പ്രതികരണം. അപ്പൊ അള്ളാഹുവിന്റെ വചനങ്ങളുടെ പദങ്ങളുടെ അക്ഷരങ്ങളെയും അതിന്റെ പദങ്ങളെയും അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി വ്യാഖ്യാനിക്കുക. എന്നിട്ട് കേട്ടത് തന്നെ പറയാം, ഞങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾ ധിക്കരിച്ചു എന്ന് പറയാം. എന്നിട്ട് നബിയോട് പറയാം, വസ്മ വൈറ മുസ്മഇൻ വറഅന ലയ്യം ബി അൽസിനതിഹിം വതഅനം ഫിദ്ദീനി വലൗ അന്നഹും ഖാലു സമീന വ അതഅന വസ്മഅ വൻദുർന ലകാന ഖൈറൻ ലഹും വഅഖവമ വലാകിൻ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല. ഞാൻ അതിലെ മുഴുവൻ വ്യാഖ്യാനിക്കുന്നില്ല. മുഴുവൻ വ്യാഖ്യാനിച്ചാൽ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വിഷയം പറയാൻ കഴിയാതെ വരും. ഇവിടെ എന്തുകൊണ്ടാണ് അള്ളാഹു ഒരു ജനതയെ ശപിച്ചത് എന്ന ആ അവസാന ഭാഗം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വലാകിൻ ലഅനഹുമുല്ലാഹു, പക്ഷേ അള്ളാഹു അവരെ ശപിച്ചു ബി കുഫ്രിഹിം, അവരുടെ നിഷേധം കാരണം. അപ്പൊ കുഫറും തുഗയാനും ധിക്കാരവും ലുൽമ് അക്രമവും ഒക്കെ ഒരു ജനതയിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് ആ ജനതയെയാണ് അള്ളാഹു ലഅനത്ത് ചെയ്തതായിട്ട് ഖുർആനിൽ പറയുന്നത്. ഇവിടെ ശാപത്തിന് ഇരയാകാനുള്ള കാരണം വലാകിൻ ലഅനഹുമുല്ലാഹു ബി കുഫ്രിഹിം, അവരുടെ കുഫർ കാരണം അള്ളാഹു അവരെ ലഅനത്ത് ചെയ്തു. മറ്റൊരു ലഅനത്ത് ഇതേ അധ്യായത്തിൽ തന്നെ 47-ാമത്തെ വചനത്തിൽ, മായിദയിൽ തന്നെ നിസായിൽ തന്നെ 47-ാമത്തെ വചനം 4:46 ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഈ 4:46 അവരുടെ നിഷേധ നിമിത്തം അള്ളാഹു അവരെ ശപിച്ചു എന്നാണ്. അത് നമ്മളിവിടെ ചർച്ച ചെയ്തു. ഞങ്ങളിവിടെ നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇരുന്ന് ചർച്ച, അള്ളാഹു ഇപ്പൊ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് എന്ന്. അള്ളാഹു അങ്ങനെ ഇടയ്ക്ക് വന്ന് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അള്ളാഹുവിനെ സങ്കല്പിക്കുമ്പോഴേ നമുക്ക് ഈ അക്രമങ്ങളും അനീതികളുടെയും
ഫലം ആ സമൂഹം തന്നെ അനുഭവിക്കേണ്ടി വരിക എന്നതാണ് അവരനുഭവിക്കുന്ന ശാപം. അക്രമവും അനീതിയും കുഫറും നിഷേധവും ഒരു ജനതയിൽ നിന്നുണ്ടാകുമ്പോൾ ആ ജനത അനുഭവിക്കുന്ന അവരുടെ നടണെന്ന് ഈ ബൈബിളിലൊക്കെ കാണല്ലോ, നല്ലത് വിതച്ചവൻ നല്ലത് കൊയ്യും എന്ന് പറയുന്നത്. ശരിക്കും വിതയ്ക്കുന്നത് നല്ലതായാൽ അതിൻ്റെ ഫലവും നല്ലതായിരിക്കും. ചീത്ത വിതച്ചിട്ട് നന്മ കൊയ്യണമെന്ന് പറഞ്ഞാൽ നന്മ കൊയ്യാൻ സാധിക്കുകയില്ല. അത് ഏതിലാണെങ്കിലും അതൊരു തത്വമാണ്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ തത്വം. അതാണ് അവൻ്റെ വചനങ്ങളെ നിഷേധിക്കുകയും അക്രമങ്ങൾ പ്രവർത്തിക്കുകയും അനീതി രാജ്യത്ത് നടപ്പിൽ വരുത്തുകയും എന്നിട്ട് നന്മ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല, അത് നടക്കില്ല. അതാണ് ദൈവശാപം. ആ ദൈവം മാത്രമല്ല ശപിക്കുക, ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരൊക്കെ ശപിക്കും. ദൈവം മാത്രമല്ല ശപിക്കുക. ഒരു കർമ്മം, ഒരു രാജ്യത്ത് ഒരു കർമ്മം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുമ്പോൾ, ഒരു രാജ്യം ആകെ തകർന്ന് തരിപ്പണമാകുമ്പോൾ അതിൻ്റെ ഇരയാകുന്ന ആളുകളും ശപിച്ചു പോവും. ഈ നാശത്തിൽ നിന്ന് ഈ നാശത്തിന് കാരണക്കാരായ ആളുകൾ ആരായാലും അവർ നശിച്ചു പോട്ടെ എന്ന് ദൈവമല്ല, ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ശപിച്ചു പോകുമെന്നാണ് പറയുന്നത്. അത് ഞാൻ സൂചിപ്പിക്കുന്നത്, ദൈവം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്ന് അവൻ ശപിക്കട്ടെ, ശപിച്ചവൻ നശിക്കട്ടെ, അവൻ പോകട്ടെ, അവൻ തൊലഞ്ഞു പോട്ടെ എന്ന് പറയല്ല. ഇവന്റെ പ്രവർത്തനങ്ങൾ മൂലം ഇവൻ തന്നെ ദുരിതത്തിൽ അകപ്പെട്ട് അതിന്റെ ശാപത്തിന് അവൻ തന്നെ ഇരയായി മാറുകയും അവന്റെ സഹജീവികൾ പോലും ഇതിന്റെ കാരണക്കാരായ ആളുകളെ ശപിക്കുന്ന ഒരവസ്ഥയും സംജാതമാകും ലോകത്ത് എന്നാണ് ആ സൂചിപ്പിച്ചത്. അതാണ് ഏത് നല്ലത് പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം നല്ലതാണ് കിട്ടുക, തിന്മ പ്രവർത്തിച്ചാൽ അതിന്റെ ഫലവും തിന്മയായിരിക്കും എന്നാണ്. അതുകൊണ്ട് നല്ലത് കൊയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ലത് വിതക്കാൻ തയ്യാറാകണം. ചീത്ത വിതച്ചിട്ട് നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമല്ല. ചിലപ്പോ അക്രമം പ്രവർത്തിക്കാത്ത ആളുകളും അതിന്റെ ഇരയായി തീർന്നെന്ന് വരും. അതാ പറയണത്, ഒരു രാജ്യത്ത് വ്യാപകമാകുമ്പോൾ ആക്രമിച്ചവർ മാത്രമല്ല അതിന്റെ ഇരകളാവുക, ആ അക്രമത്തിന് വിധേയരാവുക, അല്ലെങ്കിൽ ആ നാശത്തിന് വിധേയരാവുക. മറിച്ച് അക്രമം പ്രവർത്തിച്ചവർക്കും അല്ലാത്തവരും അതിന്റെ ഇരകളായി മാറുന്ന സ്ഥിതിവിശേഷം ചിലപ്പോഴുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇല്ലാത്ത ഒരു നീതിയുടെയും ധർമ്മത്തിന്റെയും ന്യായത്തിന്റെയും ഒരു അവസ്ഥ സമൂഹത്തിൽ സംജാതമാക്കുക എന്നതാണ് ഖുർആനിന്റെ മുഖ്യമായ ലക്ഷ്യം. മുഖ്യമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഖുർആനിന്റെ അതാണ്. കേവല ആരാധനകളല്ല. കേവല ആരാധനകൾ കൊണ്ട് മാത്രം ഒഴുകിയിരുന്ന ഒരു സമൂഹത്തിന് എന്തുകൊണ്ട് നന്മ കിട്ടുന്നില്ല എന്നവർ വിലപിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ അതാണ് വിലാപം. ഞങ്ങൾ 24 മണിക്കൂറും അള്ളാഹുവിനോട് അടുക്കാനുള്ള ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇത് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നും ഒരു നന്മ കാണുന്നില്ല എന്ന് വിലപിക്കും. ആ വിലാപം കൊണ്ട് അവർ ദൈവത്തോട് അടുക്കുകയല്ല, അവർ ദൈവത്തിൽ നിന്ന് അകലുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് എന്നാണ് അവർ മനസ്സിലാക്കുന്നില്ല. ദൈവത്തോട് അടുത്ത ആളുകൾ ദൈവത്തിന്റെ മൗലികമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അത് സാമൂഹികമായി തന്നെ അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന രാജ്യങ്ങളിൽ സുഖവും സൗഖ്യവും സമാധാനവും നിലകൊള്ളുകയും നടപ്പാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതില്ലാത്ത രാജ്യങ്ങളിൽ കേവല ആരാധനകളിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഒരു സമൂഹത്തിന് ഞങ്ങൾക്ക് രക്ഷ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നാൽ ഒരിക്കലും രക്ഷ കിട്ടുകയില്ല. അങ്ങനത്തെ ഒരു രാജ്യത്ത് അത് നടപ്പായിട്ടുമില്ല. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ട്. ആരാധിച്ചുകൊണ്ട് ലോകത്ത് ഒരു വസ്തുവും ആർക്കും കിട്ടിയിട്ടില്ല. നഷ്ടമല്ലാതെ, നാശമല്ലാതെ ഒരു രാജ്യത്തിനും ഒരു സമൂഹത്തിനും അല്പം എന്തെങ്കിലും ദുർബല വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാനസികമായ ഒരു സമാധാനം ഒരുപക്ഷെ കിട്ടിയേക്കാം എന്നതിൽ കവിഞ്ഞ് ഒരു സമൂഹത്തിന്റെ പുരോഗതി അതിൽ ലഭിക്കുകയില്ല. അപ്പൊ അതാണ് ലാനത്ത് ചെയ്യുക. നമ്മുടെ വിഷയം അതാണ്. ശാപം എന്ന് പറയുന്നത് അചേതനമായ വസ്തുക്കൾക്കോ ഇച്ഛാശക്തി ഇല്ലാത്ത വസ്തുക്കൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും ദൈവത്തിന്റെ ശാപത്തിന് ഇരയാകേണ്ടതില്ല. പിന്നെ എന്തിനാണ് ഒരു മരത്തെ ശപിച്ചത്? പിന്നെ എന്തിനാണ് അള്ളാഹു ഖുർആനിൽ ഒരു മരത്തെ ശപിച്ചു പറഞ്ഞത്? ആ മരം എന്ത് കുറ്റം ചെയ്തിട്ടാണ്? ഇവിടെ സൂറത്തു നിസാവിലും സൂറത്തു മായിദയിലും നിങ്ങൾ വായിച്ചാല്, ഇപ്പൊ ഞാൻ ഒന്ന് രണ്ടായത്ത് കൂടി ഞാൻ പറയാം. ഉലായിക്കല്ലദീന ലഅനഹുമുല്ലാഹു, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. 4:47
4:52 51 വചനത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞ ഒരു സമൂഹത്തിന്റെ മുഴുവൻ പറഞ്ഞ ശേഷം ആണ് അവരെ കുറിച്ചാണ് പറയുന്നത്. അവരെ അള്ളാഹു ശപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒമൻ യൽഅനില്ലാഹു, അള്ളാഹു ആരെയെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ ഫലൻ തജിദ് ലഹു വലിയൻ ഫലൻ തജിദ് ലഹു നസീറ, ഒരു സഹായിയെ പിന്നെ അവന് കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കണം, നീതിയുടെയും ധർമ്മത്തിന്റെയും ന്യായത്തിന്റെയും അക്രമരഹിതമായ ഒരു വ്യവസ്ഥിതിയുടെയും ആകത്തുക പേരാണ് അള്ളാഹു എന്ന് പറയുന്നത്. ഇത് മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ജനസമൂഹം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ദൈവത്തിന്റെ തന്നെ വ്യവസ്ഥിതി അവിടെ നടപ്പാക്കാതെ ആ സമൂഹത്തിന് പിന്നെ ഒരു സഹായിയെ, അവരെ രക്ഷപ്പെടുത്താൻ ഒരു രക്ഷകനെയോ ഒരു രക്ഷകൻ അല്ലെങ്കിൽ ഒരു ദിവ്യൻ അവരെ വന്ന് രക്ഷപ്പെടുത്തുമെന്നുള്ള മോഹം അവർ മോഹിച്ചിട്ട് കാര്യമില്ല. അവർക്ക് രക്ഷാമാർഗം പിന്നെ കിട്ടുകയില്ല. നീതി നടപ്പാക്കാതെ, ന്യായം നടപ്പാക്കാതെ, ധർമ്മം നടപ്പാക്കാതെ, അതാ പറയുന്നത്. ഈ അക്രമത്തിനിരയായ ഒരു വ്യക്തിക്ക് ഇവിടുന്ന് എന്നും ദുരിതമാണല്ലോ എന്നാ. ഇപ്പൊ ഞാൻ കാരണം എന്റെ ഈ സുഹൃത്തിന്റെ കോടികൾ ഞാൻ തട്ടിയെടുത്ത്, അവൻ അവകാശപ്പെട്ട ആ ധനം അവനിൽ നിന്ന് തട്ടിയെടുത്തു. അവന് കിട്ടേണ്ട ഒരു ജോലി, മുഖ്യമായ അവന്റെ ജീവിതത്തെയും അവന്റെ മക്കളുടെയും അവന്റെ അടുത്ത തലമുറയുടെയും നയിക്കാൻ പര്യാപ്തമായ ഒരു ജോലി ഞാൻ പിന്നാമ്പുറത്തുകൂടി തട്ടിയെടുത്തു. അതുമൂലം ഒരു വ്യക്തി അവന്റെ ജീവിതം ദുരിതത്തിലാവുന്നു. അവന് വിജ്ഞാനം തേടാനുള്ള വഴികൾ അടയുന്നു. അവന് മാർഗദർശനം കിട്ടാതെ വരുന്നു. അവന്റെ മക്കളുടെ വിദ്യാഭ്യാസം അവതാളത്തിലാവുന്നു. തന്റെ മക്കളുടെ ജീവിതം അവതാളത്തിലാകുന്നു. ആ മക്കളുടെ അടുത്ത തലമുറയും ഈ ദുരിതം തന്നെ പേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു ചുരുങ്ങിയതൊരു 4 തലമുറയെങ്കിലും ഞാൻ കാരണം ദുരിതത്തിൽ അകപ്പെടാൻ കാരണമായാൽ, ഞാൻ അവസാന നാളിൽ മതപുരോഹിതന്മാർ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പാപപരിഹാരക്രിയ ചെയ്തുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോവുകയും ഈ ഞാൻ കാരണം ദുരിതമനുഭവിച്ച ഈ വ്യക്തിയുടെ 4 തലമുറ നശിച്ചു പോകുന്നു. ഇവന് ആര് കൊടുക്കുന്ന, ഇവന്റെ ജീവിതത്തിന് ആര് പരിഹാരം കാണും? മാർഗദർശനം ഇവൻ അജ്ഞാതമാവുന്നു. വിദ്യാഭ്യാസം കിട്ടാത്തതിന്റെ പേരിൽ, അറിവ് കിട്ടാത്തതിന്റെ പേരിൽ. കാരണം ഈ അറിവ് തേടിപ്പിടിക്കാനുള്ള അവന്റെ സാമ്പത്തികമായ സ്രോതസ്സുകളും വഴികളും മുഴുവൻ ഞാൻ അടച്ചു വെക്കുന്നു. 4 തലമുറയോ അല്ലെങ്കിൽ 10 തലമുറയോ ഇവനെ ദുരിതത്തിൽ അകപ്പെടാൻ കാരണക്കാരായ ഞാൻ എന്തെങ്കിലും 2-2.5 ലക്ഷം മുടക്കി മതപുരോഹിതന്മാർ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും പാപപരിഹാര ക്രിയ ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. ഈ നഷ്ടപ്പെടുത്തിയ ഈ ജീവിതം ആര് കൊടുക്കും? അതാ പറയുന്നത്, ദൈവത്തിന്റെ ഈ നീതിയുടെ വ്യവസ്ഥിതിയെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ന്യായത്തിന്റെ വ്യവസ്ഥിതിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് തനിക്കൊരു സഹായി എവിടുന്നെങ്കിലും വരണമെന്ന് വിലപിച്ചിട്ട് കിട്ടുകയില്ല. അതാ പറയുന്നത്, അത് ഇവിടുന്ന് തന്നെ നടപ്പാക്കി കൊടുക്കണം. ഞാൻ അക്രമത്തിലൂടെ പിടിച്ചെടുത്ത ആ ധനം ഇവിടുന്ന് തന്നെ അവന് വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ വേണം. അത് എന്നെ അല്ലെങ്കിൽ ഏറിക്കവിഞ്ഞാൽ പിന്നെ ഇവിടെ ചെയ്യാനുള്ളത് എന്താ? എന്നെ അജ്ഞാതമായ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് ഇടിക്കുക. പിന്നെ ചെയ്യാനുള്ള വിദ്യ അതുള്ള അള്ളാഹ്. ഇവിടുന്ന് അള്ളാഹു ദുർബലനായി കാണുന്ന ഒരു സാഹചര്യമാണ്. അള്ളാഹു ദുർബലനാണ്. ഇവിടെ സർവശക്തനാണെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കും. പക്ഷെ അള്ളാഹു ദുർബലനായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ എന്റെ ഈ സഹോദരനെ തരിപ്പണമാക്കിയിട്ടും അള്ളാഹുവിനൊന്നും ചെയ്യാനില്ല, നോക്കിയിരിക്കുകയാണ് അള്ളാഹു. അതിനൊക്കെ അന്നെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് ശരിയാക്കി തരാം, അവിടുന്ന് അള്ളാഹുവിന് ശക്തി വരുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്, അവിടുന്ന് അള്ളാഹുക്ക് ശക്തി വരുള്ളൂ എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ശരിയല്ല. ഇവിടുന്ന് ഞാൻ തട്ടിപ്പറിച്ചത് ഇവിടുന്ന് തന്നെ വാങ്ങിക്കൊടുക്കാനുള്ള ആ ദൈവത്തിനെ ഇവിടെ സ്ഥാപിക്കണം. അതേതാണ് ദൈവം? അവന്റെ ഈ വ്യവസ്ഥിതി ഇവിടെ സ്ഥാപിച്ചിട്ട് അവന് നീതി കാണിച്ചു കൊടുക്കണം, ഇവിടുന്ന് കാണിച്ചു കൊടുക്കണം. അത് അപ്പോഴേ ഈ ദൈവത്തിന്റെ യുക്തിഭദ്രമായ ഈ ആശയം എന്റെ ജീവിതത്തിന് ഇതിന് പരിഹാരക്രിയയുണ്ട് എന്നിവന് ബോധ്യപ്പെടുകയുള്ളൂ. അനീതി നടക്കുന്ന സൗദി അറേബ്യയിൽ പോലും അങ്ങനത്തെ ചില അപൂർവമായ ചില വെള്ളി വെളിച്ചങ്ങൾ കാണാം. ഒരു വ്യക്തി കൊല്ലപ്പെട്ടാൽ ആ കൊന്ന വ്യക്തിയുടെ സമ്പത്തിൽ നിന്ന് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് രക്തത്തിന്റെ ധനം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കും. എന്തുകൊണ്ടാണത്? ഈ വ്യക്തി കാരണം, ഈ വ്യക്തി ഉണ്ടെങ്കിൽ ആ സമൂഹത്തിന്, ആ വ്യക്തിയുടെ കുടുംബത്തിന് രക്ഷപ്പെടാനുള്ള വഴികൾ ഈ വ്യക്തി ഇല്ലാത്തത് കാരണം നഷ്ടപ്പെട്ടു. അത് ആ നഷ്ടബോധം ആ കുടുംബത്തിന്, ആ വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് ഇല്ലാതിരിക്കാൻ ഒരു രക്തം ധനം എന്ന് പറഞ്ഞിട്ട്, ബ്ലഡ് മണി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനം അനീതിയുടെ ഭരണവ്യവസ്ഥയുള്ള ഒരു ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ സംവിധാനത്തിൽ അതില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നീതിബോധം എത്രമാത്രം ദുർബലമാണ് എന്നാണ് അവിടെ വെളിവാകുന്നത്. അള്ളാഹുവിന്റെ നീതിബോധം ദുർബലമല്ല എന്ന് ഈ വ്യവസ്ഥിതി സ്ഥാപിച്ചുകൊണ്ട് നമ്മളിവിടെ കാണിച്ചു കൊടുക്കണം. അതിന് ആര് ചെയ്യണം എന്നാണ്? നമ്മൾ നാലാളല്ല. ഈ വ്യവസ്ഥിതി നടപ്പിലാക്കുന്ന ഒരു സംവിധാനം ലോകത്ത് വരണം.
ഇത് മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് ഇതൊന്നും അള്ള എവിടെയാണ് നോക്കി നിൽക്കുകയാണല്ലോ അള്ളാ എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു ഇറങ്ങി വരും. എവിടെ അനീതി കാണിക്കുന്നിടത്ത് നീതി കാണിക്കണം, അവിടെ അള്ളാഹു പ്രത്യക്ഷപ്പെടും. അക്രമം കാണിക്കുന്നിടത്ത് ക്രമം വരണം, ക്രമം നടപ്പിലാക്കണം, അവിടെ അള്ളാഹു പ്രത്യക്ഷപ്പെടും. അങ്ങനെയാണ് അള്ളാഹു പ്രത്യക്ഷപ്പെടുക. അല്ലാതെ നാം കുഴിക്കുന്ന കുഴി തൂർക്കാൻ അള്ളാഹു പാതിരാക്ക് വന്നിട്ട് ആ കുഴി തൂർക്കുന്ന അള്ളാഹുവിനെ നമ്മൾ സ്വപ്നം കണ്ടിരുന്നിട്ട് കാര്യമില്ല. അതാണ് അള്ളാഹുവിന്റെ വ്യവസ്ഥിതി. അള്ളാഹു ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനൊരു നസീറിനെ കണ്ടെത്താൻ, ഒരു സഹായിയെ കണ്ടെത്താൻ പിന്നെ അവന് കഴിയില്ല. അതാണ് ഇസ്ലാമിക ലോകത്ത് മുഴുവൻ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീതിയും ധർമ്മവും ന്യായവും ഇല്ലാത്തവനെ സഹായിക്കുകയും അവനെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യുന്ന ഈ ധർമ്മത്തിന്റെ മനുഷ്യാവകാശങ്ങൾ മുഴുവൻ ലംഘിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യത്ത് പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നില്ല? ഞങ്ങൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടല്ലോ, തൊഴക്കുന്നുണ്ടല്ലോ, പട്ടിണി ഞങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ടല്ലോ, അള്ള എന്താ പ്രത്യക്ഷപ്പെടാത്ത എന്ന് പറഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടൂല. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അള്ളാഹുവിന്റെ സംവിധാനത്തെ അല്ല അള്ളാഹു പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടലിന് സ്വപ്നം കണ്ടിരിക്കാന്നല്ലാതെ ഒന്നും കിട്ടുകയില്ല. അപ്പൊ ലാനത്ത്, ദൈവശാപം, ദൈവത്തിന്റെ ശാപത്തിനിരയായ ഒരു ജനത. ഇനി അടുത്തവര് 1-2 ആയത്ത് കൊണ്ട് ഞാൻ പറയാം. ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായേൽ. ഇസ്രായേലിന്റെ മക്കളെ അള്ളാഹു അവരിൽ നിന്നുള്ള നിഷേധിച്ച, അതാണ് കുഫറിലാണ് ദൈവശാപം. ലുഇനല്ലദീന കഫറു, കാഫിരീങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. മിൻ ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കൾ. ഇസ്രായേലിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് മൂസാ നബിയുടെ മൊത്ത അനുയായികളെ ഓർമ്മ വരികയാണ്. ഇസ്രായേലിന്റെ മക്കളൊക്കെ ഇനി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ആരാണ് യഹൂദി എന്ന്, ആരാണ് നസാറ എന്ന്, ആരാണ് ഇസ്രായേൽ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലെ അവസരം കിട്ടുമ്പോൾ ഞാൻ വിശദീകരിച്ചു തരുന്നുണ്ട്. നമുക്കിപ്പോ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അപ്പോ അല്ലെങ്കിൽ യാക്കോബ് നബിയുടെ പരമ്പരയായിട്ട് പോരുന്ന ഇപ്പോ ഈ ഫലസ്തീനിലും ഇസ്രായേലിലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് ഓർമ്മ വരാം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതല്ല, ഇസ്രായേലൊക്കെ നമ്മളുടെ ഇടയിലുണ്ട്. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ആ നാട്ടിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നു, ആ നാട്ടിൽ യഹൂദി ഉണ്ടായിരുന്നു, ആ നാട്ടിൽ നസാറ ഉണ്ടായിരുന്നു, ആ നാട്ടിൽ മോമിൻ ഉണ്ടായിരുന്നു, ആ നാട്ടിൽ മുശ്രിക്ക് ഉണ്ടായിരുന്നു, ആ നാട്ടിൽ കാഫിർ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്നും നമ്മുടെ ഇടയിൽ കൂടി ഉണ്ട്. ഖുർആൻ പറയുന്ന ഇസ്രായേലും, ഖുർആൻ പറയുന്ന കാഫിറും, ഖുർആൻ പറയുന്ന മുശ്രിക്കും, ഖുർആൻ പറയുന്ന യഹൂദിയും, ഖുർആൻ പറയുന്ന നസാറയും എല്ലാം ഈ രാജ്യത്തും ഇവിടെയും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മതി. അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. ഇവരെ ശപിക്കാനുള്ള കാരണം എന്താണ്? ദാലിക, ഒന്ന് കുഫർ, മറ്റൊരു കാരണം കൂടി പറയുന്നു. ദാലിക ബിമാ അസവ്വ കാനു യഅ്തദൂൻ, അവർ ധിക്കരിക്കുകയും അക്രമികളാവുകയും ചെയ്തു. നോക്കൂ, കുഫർ, എഴുത്തിദാ, അസ, ധിക്കാരം. ഇപ്പൊ 3-4 കാരണങ്ങളായി. ഒരിടത്ത് ലുൽമ്, അക്രമം, ദൈവശാപത്തിന് ഇരയാകാനുള്ള കാരണങ്ങളൊക്കെയാണ് അള്ളാഹു പറയുന്നത്. ഇനി മറ്റൊരു കൂട്ടർ, ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബത്തൻ ഇൻദല്ലാഹി. മുകളിൽ ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞ ശേഷം 5:60 പറയണം, അവരെക്കാൾ മോശമായ ഒരു ജനവിഭാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? മൻ ലഅനഹുല്ലാഹു, അള്ളാഹു അവരെ ശപിച്ചിട്ടുണ്ട്. വഗളിബല്ലാഹു അലൈഹി, വഗളിബ അലൈഹി, അള്ളാഹു അവരുടെ മേൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. വജഅല മിൻഹുൽ ഖിർദത വൽ ഖനാസീറ, അവരിൽ നിന്ന് ഉണ്ടാക്കി തീർത്തു. ആരെ? കുരങ്ങുകളെയും പന്നികളെയും അബദ്ധത്താവൂത്ത അക്രമികൾക്ക് സേവനം ചെയ്യുന്ന ആളുകളെയും അവരിൽ നിന്ന് ഉണ്ടാക്കി തീർത്തു. പന്നികൾ എന്ന് പറഞ്ഞ രൂപം കൊണ്ടല്ല, അത് ഞാൻ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പന്നിയും കുരങ്ങൊന്നും രൂപം കൊണ്ടല്ല, അവരുടെ സ്വഭാവം കൊണ്ടാണ്. അതൊക്കെ മനുഷ്യരെന്നെയാണ്. അബദ്ധത്താവൂത്ത, താവൂത്തിനെ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഖനാസീറും ഖിർദത്തും കുരങ്ങ് മനുഷ്യന്മാരാണ് മനസ്സിലായി. 3 കൂടി കൂട്ടിയിട്ടാ പറയണത്. താവൂത്തിന് അക്രമികൾക്ക് സേവനം ചെയ്യുന്ന ആളുകൾ മനുഷ്യന്മാരല്ല, മൃഗങ്ങളല്ല, അത് മനുഷ്യന്മാരാണ്. അപ്പൊ അബദ്ധത്താവൂത്ത് മനുഷ്യരാണെങ്കിൽ ഖനാസീറും മനുഷ്യരാണ്, ഖിർദത്തും മനുഷ്യരാണ്. ഇവരിൽ നിന്ന് തന്നെ കുരങ്ങിന്റെ സ്വഭാവമുള്ള ആളുകളെ, പന്നിയുടെ സ്വഭാവമുള്ള ആളുകളെ, അല്ലെങ്കിൽ കൂലു ഖിർദത്തൻ ഖാസി എന്ന് പറയണ്ട, നിന്ദ്യരായ കൊരങ്ങായിക്കോൾ എന്ന് പറയണ്ട, നിന്ദ്യർ എന്ന വിശേഷണം പറയണമെങ്കിൽ തന്നെ മനുഷ്യരാണ് അവര്. കുരങ്ങിനെന്തിന് ഹാസ്യവും കുഫുറും അങ്ങനത്തെ വിശേഷണങ്ങൾ കൊണ്ട് എങ്ങനെ കുരങ്ങ് തിരിച്ചറിയാം? വിശേഷണം കൊണ്ട് തിരിച്ചറിയുന്നത് മനുഷ്യരാണ്, മനുഷ്യ കുരങ്ങുകളാണ്. ഇതൊന്നും ഇനി ഇത്രയും നിസ്സാരമായ ഈ വ്യാഖ്യാനം വരെ നമ്മുടെ ഈ സമൂഹത്തിന് മനസ്സിലായിട്ടെങ്കിൽ ഇനി മനസ്സിലാവൂല്ല.
ഇതൊക്കെ വളരെ നിസ്സാരമായ വ്യാഖ്യാനമാണ്. കൂനു കിർത്തൻ ഹാസിയൻ, കൂനു ഹിജാറത്ത്, നിങ്ങൾ കല്ലായിക്കോളിന്ന് തന്നെ, ഒരു രൂപം കൊണ്ട് കല്ലായിക്കോളിന്നല്ല. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ. രൂപം കൊണ്ട് കല്ലോ, രൂപം കൊണ്ട് ഇരുമ്പോ അല്ല, രൂപം കൊണ്ട് കുരങ്ങല്ല, രൂപം കൊണ്ട് പന്നിയല്ല. ഈ പന്നിയും ഈ കുരങ്ങാകലും ഒക്കെയാണ് നമ്മളെ തൊട്ട് തടഞ്ഞിരിക്കുന്നത്. പിഗ് ഫിലോസഫി ഉണ്ട്, ഈ എക്കണോമിക് ബേസ്ഡ് പിഗ് ഫിലോസഫി ഉണ്ട്. എല്ലാം തന്നിലേക്ക് മാത്രം ആകർഷിക്കപ്പെടണം എന്ന് പറയുന്ന ഈ നീചമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതി, എല്ലാം മ്ലേച്ഛമായ സമ്പത്തും അന്യന്റെ സമ്പത്ത് എല്ലാം തന്നിലേക്ക് ആകർഷിക്കണം, തനിക്ക് മാത്രം കിട്ടണമെന്ന ഈ എക്കണോമിക് ഈ സാമ്പത്തിക സിദ്ധാന്തം, അതാണ് പന്നി. എല്ലാ വൃത്തികെട്ടതും തന്നിലേക്ക് മാത്രം സ്വാംശീകരിക്കുന്ന ഈ സ്വഭാവമുള്ള മനുഷ്യർ, സമൂഹത്തിന് ഒന്നും പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യർ, പല്ലിളിച്ച് കാണിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ് കുരങ്ങ്. തൻ്റെ ബുദ്ധി ഒന്നിനും ഉപയോഗിക്കൂല. മറ്റുള്ളവർ എന്ത് കാണിക്കുന്നുവോ അതിനെ അപ്പടി ഒപ്പിയെടുക്കാൻ മാത്രമുള്ള ബുദ്ധി, മാനസികമായ പക്വതയെത്തിയ ആളുകളാണ് കുരങ്ങ്. അവർക്ക് സ്വയം ചിന്തിച്ചൊന്നും കണ്ടെത്താൻ കഴിയില്ല. മറ്റുള്ളവർ എന്തൊന്ന് കാണിക്കുന്നുവോ അതിന് അതേപോലെ ഒപ്പിയെടുക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തിയിട്ടുള്ളൂ. അത്തരം ആളുകളാണ് കുരങ്ങ്. അക്രമങ്ങൾക്ക് മാത്രമേ സഹായം ചെയ്തു കൊടുക്കുകയുള്ളൂ. അവരാണ് അബദ്ധത്താകൂത്ത്. അവരാണല്ലാതെ താകൂത്തി ഗവൺമെന്റ് അല്ല. ഇവർ പറയുന്ന താകൂത്തി ഗവൺമെന്റ് എന്ന്. ഇസ്ലാമിന്റെ മുസ്ലിം പേര് കിട്ടിയാൽ മതി ചിലവർക്ക്. അത് ഇസ്ലാമിക സർക്കാരും. കാഫിറിന്റെ പേരിൽ ഭരിക്കുന്ന രാജ്യങ്ങളൊക്കെ താകൂത്തി സർക്കാരും. എന്റെ അഭിപ്രായത്തിൽ താവൂത്തികൾ ഇസ്ലാമിന്റെ പേരിൽ ഭരിക്കുന്ന രാജ്യങ്ങൾ അന്നത്തെ ഇവര് പറയുന്ന താവൂത്ത് വെറും ആക്രമങ്ങളാണ്. നീതി എന്ന് പറയുന്ന നീതിയുടെ ഒരു വെളിച്ചം, ഒരു ചെറിയ പ്രകാശം പോലും, ഒരു നേരിയ പ്രകാശം പോലും അവിടെ നമുക്ക് ദർശിക്കാൻ കഴിയില്ല. അത്രമാത്രം അക്രമവും അനീതിയും 8, 10, 11 തരം നീതിയും നടപ്പാക്കുന്ന രാജ്യങ്ങളാണ് പല ഇസ്ലാമിന്റെ പേരിലുള്ള രാജ്യങ്ങളും. കുറേയൊക്കെ നീതി, കുറച്ചൊക്കെ ധർമ്മം നടക്കുന്നത് ഇവർ പറയുന്ന താവൂത്തി ഗവൺമെന്റിന്റെ ഈ രാജ്യങ്ങളിലാണ്. എന്തും ചെയ്യാലോ. ഞാനൊരു വക്കീലിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സ്വൈരം കെട്ടുക്കണം നിങ്ങളെ മുസ്ലിങ്ങളെ കൊണ്ട്, നിങ്ങളെപ്പോലെയുള്ള ആളുകളെങ്കിലും ഇത് പറയുന്ന പറഞ്ഞത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പാതിരാക്കും സലാത്ത്, 12 മണിക്കും സലാത്ത്, ദിക്റ്, ഹൽക്ക, ഇത് മൈക്കും വെച്ചിട്ട് അടിക്കണം. അതിൻ്റെ നടുവില നമ്മൾ ജീവിക്കണം. ആകെ ഇടങ്ങാറായിക്കണം. മാഷെ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർത്താൻ. സൗദി സർക്കാരിൽ പോയിട്ട് ചെയ്യാൻ പറ്റുമോ? സൗദി പോയിട്ട് ഈ 12 മണിക്ക് മൈക്കും വെച്ചിട്ട് ഈ ദിക്റ്, ഹൽക്കയും ഈ സലാത്തും ചെല്ലാൻ പറ്റില്ല. ഈ നബിദിന റാലി അവിടെ നടത്താൻ പറ്റില്ല. ഈ മതത്തിന്റെ പേരിൽ കാണിക്കണ ഈ ഫ്ലക്സ് ബോർഡും ഈ മറ്റേ സീഡിയൊക്കെ ഇട്ടിട്ട് കാണിക്കണ ഈ വയലുകളുണ്ട്, ഇതൊന്നും അവിടെ നടക്കൂല. എല്ലാ തോന്നിയാസങ്ങളും കാണിക്കുന്ന ഇവരുടെ മതപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഈ രാജ്യം താകൂത്തി ഗവൺമെന്റ്. ഇത് താകൂത്തി. ഇവിടെ എന്താണ് ഇവർക്കിപ്പോ അവിടെ താകൂത്ത്? ഇവർക്കിപ്പോ ഇവിടെ ഇപ്പൊ എന്താ താകൂത്ത് നടക്കുന്നത്? ഒന്നും ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാൻ പറ്റൂലെന്ന്. അതിപ്പല്ല, അപ്പൊ പെണ്ണ് കെട്ടാം. അപ്പൊ ഏറെ കഴിഞ്ഞപ്പോ BJP വന്നവർ പറയുന്നത് ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാനായിക്കൂല, മുതല് എല്ലാവർക്കും ഒരുപോലെ വീതിക്കണം. ഇതൊക്കെയുള്ളവർ പറയണത്. സിവിൽ കോഡിന് സിവിൽ കോഡിന് ആവശ്യപ്പെടാത്ത ആളുകൾക്ക് ഇപ്പൊ ആകെ വേണ്ടത് എന്താ? ഇവിടെ വിഷയത്തിൽ നിന്ന് ലേശം തെറ്റിപ്പോ ആകെ വേണ്ടത് എന്താണെന്ന് 4-5 പെണ്ണ് കെട്ടണം. പിന്നെ വേണ്ടത് വാപ്പ മരിച്ചാലും വാപ്പ ജീവിച്ചിരിക്കാൻ മകൻ മരിച്ചാൽ ആ മകന്റെ കുട്ടികൾക്ക് സ്വത്ത് കൊടുക്കാൻ പറ്റൂല. പിന്നെ മയ്യത്ത് പള്ളിക്കാട്ടിൽ മറയണം. ഇങ്ങനത്തെ 3-4 ശരീഅത്ത് മതി ഇവർക്ക്. ബാക്കി ശരീഅത്തൊന്നും വേണ്ട. കട്ടോന്റെ കൈ മുറിക്കണം എന്നാ ഞങ്ങളെ ശരീഅത്ത്. എന്നാ മുറിച്ചോളി എന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കൊടുക്കുമോ? ആ ശരീഅത്ത് വേണ്ട. അത് മേത്ത് വരുത്താവുന്ന ശരീഅത്താ. ഞങ്ങളുടെ ശരീരത്തിൽ എറിഞ്ഞു കൊല്ലണം എന്നാണ് വ്യഭിചരിച്ച ആളെ. അതുകൊണ്ട് ഞങ്ങളിന്ന് ആരെങ്കിലും വ്യഭിചരിച്ചാൽ കുഴി കുത്തിയിട്ട് അതിൽ ഇറക്കിയിട്ട് ഞങ്ങളെ എറിഞ്ഞാൽ കൊന്നളി. ആ ശരീരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ വേണമെന്ന് എന്താ പറയാത്തത്? അത് വേണ്ട. അതായത് മുസ്ലിങ്ങൾക്ക് ദേഹത്ത് പറ്റുന്ന ശരീരത്തൊന്നും വേണ്ട. 4 സമൂഹത്തിന് ദുരിതം അനുഭവിക്കുന്ന ശരീരത്ത് മാത്രം മതി ഇവർക്ക്. അതെന്താണ്? 4 പെണ്ണെട്ടല്, അനാഥ കുട്ടികൾക്ക് മുതൽ കൊടുക്കാതിരിക്കല്, മയ്യത്ത് പള്ളിക്കാട്ടിൽ മറയല്, നിക്കാഹി ഈ കാലിയുടെ കാർമ്മികത്വത്തിൽ തന്നെ നടക്കണം. ഞങ്ങളെ പിടുത്തത്തിന് പോലെ വിടാൻ പാടില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്കല്ലാതെ ഇവർക്ക് ഇസ്ലാമിക ശരീഅത്ത് വേണ്ട. അപ്പൊ ഞാൻ പറയുന്നത് വിഷയത്തിലേക്ക് എൻ്റെ സഹോദരങ്ങളെ തിരിച്ചു വരാം. ലഅനത്ത്, ദൈവത്തിന്റെ ശാപത്തിന് ഇങ്ങനത്തെ ആളുകളെ, ഉലായിക ശർറുമക്ക, ഇങ്ങനത്തെ ആളുകളെയാണ് അള്ളാഹു ശപിച്ചത്. ഇപ്പം 4-6 ആയത്തേറ്റ ശാപത്തിന്റെ ആയത്തുകൾ അള്ളാഹു ഞാൻ ഖുർആനിലൂടെ ഓതി. സൂറത്ത് അന്നിസായിലും സൂറത്ത് അൽ മാഇദയിലുമാണ് ഇത് കൂടുതലും വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ കുഫ്ർ, ളുൽമ്, ഇഅ്തിദാൽ, അക്രമം, ധിക്കാരം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ദൈവത്തിന്റെ ശാപത്തിന് ഇരയായിട്ടുള്ളത്.
എന്നാൽ ഒരു മരം ഈ നിലക്ക് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അത് ധിക്കരിച്ചിട്ടില്ല, ഏത്യതാവ് അക്രമം കാണിച്ചിട്ടില്ല, ലുൽമ് പോക്കിരിത്തരം കാണിച്ചിട്ടില്ല, കുഫർ അത് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഒരു മരത്തിനെ വെറുതെ? ഇവർ പറയുന്ന ആ മരം എവിടുത്തേന്നോ? നരകത്തിൽ മുളച്ചു വരുന്ന മരമാണ്. നാളെ പറഞ്ഞോട്ട് നരകത്തിൽ ഒരു മരം മുളക്കും. എങ്ങനെ മുളക്കാന്ന് നിങ്ങൾ ചോദിക്കണ്ട, അത് മുളക്കും. ബുദ്ധി എന്നോ പണയം വെച്ചിക്കണല്ലോ, അതുകൊണ്ട് ചോദ്യമല്ല. നരകത്തിൽ നിന്ന് ഒരു മരം മുളക്കും. ആ മരത്തിൽ നിന്നാണ് നരകവാസികൾ തിന്നാന്ന. ഇവർക്ക് തീറ്റ എന്ന് പറയുമ്പോഴത്തേനും ഒക്കെ ഈ തീറ്റയാണ്. ഞാൻ പറഞ്ഞല്ലോ, പിന്നാമ്പുറത്തെ കൂടി ഞാൻ ഒരാളുടെ ജോലി തട്ടിയെടുത്താൽ അത് തീറ്റയാണ്, അത് തീറ്റയാണ്. അനാഥകളുടെ മുതൽ നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞാല് കാറ് വാങ്ങാം, റിയൽ എസ്റ്റേറ്റ് വാങ്ങാം, കൂച്ചം ബംഗ്ലാവ് കേട്ടാം, തിന്നണ്ടാന്നല്ലോ പറഞ്ഞിട്ടത്. ഈ അനാഥന്റെ മുതലുകൊണ്ട് അഖിൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുകയാണത്. നിങ്ങൾ ഖുർആനിൽ അഖിൽ ഉപയോഗിച്ചതൊക്കെ നോക്കി. നമ്മൾ ആ കാര്യത്തിൽ ഇൻവോൾവ്ഡ് ആകുകയാണ്, അത് ഉപയോഗിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ബെനിഫിറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ മറ്റത് നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നവുമായി നമ്മൾ അതിന്റെ ഗുണമോ ദോഷമോ നമ്മൾ അതിൽ ഭാഗമാക്കാകുക. അതാണ് അഖില്, അതാണ് ഷുർബ്. ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി. ബാത്തിലല്ലാതെ തിന്നാൻ പറ്റും. ബാത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ മിഥ്യ, അത് ഇതാണ്, അറിവാണ്. അതല്ലേ മിഥ്യയായ അറിവുകളെ നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളരുത്. മുതൽ ഈ ആയത്ത് വെച്ചിട്ട് ഇവർക്ക് വെറും വായ്പുടിയിലെ തീറ്റയാണെങ്കിൽ ഇവിടുത്തെ മൂല്യന്മാർക്കും പുരോഹിതന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ രക്ഷപ്പെടാം. കാരണം അവർ തിന്നല് അവരെ മുതലിനേക്കാറും. ബാക്കിയുള്ളതാണ് ബാങ്ക് ബാലൻസ് ആണ്, അത് കുഴപ്പമില്ലല്ലോ. കൂറ്റൻ കൊട്ടാരങ്ങളാണ്, അത് കുഴപ്പമില്ലല്ലോ, തിന്നണ്ടാന്നല്ലോ അല്ല പറഞ്ഞിട്ട്. നല്ല ബെൻസ് ഏറ്റവും മുന്തിയ കാർ ഏതാണെന്ന് എനിക്കറിയില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ കാർ വാങ്ങാം, കുഴപ്പമില്ല, തിന്നണ്ടാന്നല്ലോ. അത് കാറിൽ പോകണല്ലേ ഉള്ളൂ. അപ്പൊ ആക്കിലൂന മിൻ ഷജറത്തി സഖൂം, മിന ഷജറത്തി സഖൂം ഇല്ലെന്ന് അവര് തിന്നു പറഞ്ഞാൽ തിന്നലല്ലേന്നാ. അപ്പൊ അത് മരം തന്നെ അല്ലേന്നാ. ഈ അഖില് എന്ന് പറഞ്ഞാൽ തന്നെ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അഖില് തീറ്റ എന്ന് പറയുന്നതൊക്കെ ഉപയോഗമാണ്. ഒരു ചാണു വയറിന് എത്ര വേണം തിന്നാന്? അങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ ചൂഷണങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമല്ല. ഇവരും തീറ്റക്ക് മാത്രമാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു. നിങ്ങൾ അത് ചോദിച്ചു നോക്കും, ഖുർആനിലെ ഏത് ആയത്തെടുത്ത് നോക്കിക്കോളൂ. തീറ്റ എന്ന് പറയുന്നത് അവിടേക്ക് എൻ്റെ സഹോദരങ്ങൾ ചിന്ത എത്തണം. എനിക്ക് മെല്ലെ ഇങ്ങനെ കൊണ്ടുപോകാനേ കഴിയണുള്ളൂ ഓരോരോ കാര്യങ്ങൾ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഒക്കെപ്പാടെ പറഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളെന്നെ വിട്ടു പോകുന്ന എനിക്ക് തോന്നണം. അപ്പൊ അഖില് എന്ന് പറയുന്നതും ഷുർബ് എന്ന് പറയുന്നതും തീറ്റയും കൂടിയും ചിലയിടത്ത് ഞാൻ വിശദീകരിക്കാതെ പോണ തന്നെ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ്. ഞാൻ ചിലയിടത്ത് ഒരു കറിയത്ത് വ്യാഖ്യാനിച്ചോടത്ത് ഞാൻ മിണ്ടാതെ പോയിട്ടുണ്ട്. ഒരു ഗ്രാമം, മൂസാ നബിയുടെ സമൂഹത്തിനോട് ഒരു ഗ്രാമത്തിലേക്ക് കിടക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ വെറുതെ അർത്ഥം എഴുതി പോയിട്ടുണ്ട് ഏതൊരു ബുക്കിൽ. അതെന്താണെന്ന് ആ ഗ്രാമം ഏതാണെന്ന് മനസ്സിലാവില്ല, മദീനത്ത് ഏതാണെന്ന് മനസ്സിലാവില്ല. മദീനത്ത് എന്ന് പറഞ്ഞാൽ ടൗൺ എന്നാണ് മനസ്സിലാവുള്ളൂ. ഒരു നാഗരികതയും ഒരു സംസ്കാരവുമാണ്. ഉദുഖുലു ഹാദിഹിൽ കറിയത്ത, ഈ ഗ്രാമത്തിലേക്ക് കിടക്കുന്ന പറഞ്ഞാൽ ഏതാണ് ആ ഗ്രാമം? എന്നിട്ട് അവിടെ പോയി തിന്നേണ്ട സാധനം എന്താണ്? എങ്ങനെയാണ് ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കേണ്ടത്? സുജൂദിലായിക്കൊണ്ടാണ് പ്രവേശിക്കേണ്ടത്. അപ്പൊ ഏതാണ് ആ കവാടം? അപ്പൊ ദൈവത്തിന്റെ ആ ഗ്രാമത്തിലേക്ക് നമ്രശിരസ്കരായി അതിന് സമ്പൂർണമായിട്ട് ആ ആശയത്തിന് സമർപ്പിക്കാമെന്ന ആ മനസ്സോടുകൂടി നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കുകയും ഈ ആശയത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയും വഖൂലു ഹിത്തത്തുൻ, ബലന്തേരിയേക്കുന്ന ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് എന്ന് പറഞ്ഞ് പോലെ ആ ഗ്രാമത്തിലേക്ക് പോയി. അതുകൊണ്ട് അള്ളാഹു പോലെ ശപിച്ചു എന്നാണ്. ഹിത്തത്തുൻ പാപമോചനം അസ്തഗ്ഫിറുല്ലാഹ്. ഈ അഹാത്ത യൊഹീത്തു ഹിത്തത്ത് എന്നുള്ളതിനൊക്കെ എവിടെ ഈ പാപമോചനം എനിക്കറിയില്ല. അഹാത്ത യൊഹീത്തു എന്ന് പറഞ്ഞാൽ വലയം ചെയ്യുക, ഉൾക്കൊള്ളുക. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, അള്ളാഹു കാഫിരീങ്ങളെ അഹാത്ത ബിന്നാസ്, ജനങ്ങളെ അള്ളാഹു വലയം ചെയ്തിരിക്കുന്നു, അവരെ എല്ലാം മനസ്സിലാക്കി അവരെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിന്. അപ്പൊ ഈ ആശയങ്ങൾ മുഴുവൻ ഞങ്ങൾ അത് പോട്ടെ വിഷയത്തിന് പോയി. അപ്പോ ശാപത്തിന്റെ ആവശ്യം കുഫർ, ഇഹ്തിദാഅ്, ഇസ്യാന്, ളുൽമ് ഇതൊക്കെ വരുമ്പോഴാണ് ശാപത്തിന്റെ ആവശ്യം വരുന്നത്. പിന്നെ അവിടെ സംശയം വരുന്നത് ഞാൻ പറഞ്ഞത് അഖിലാണ്, തീറ്റയാണ്. ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മളുടെ ഉപയോഗമാണത്. ആ വസ്തുക്കളെയിൽ നമ്മളുടെ പങ്കാളിത്തവും നമ്മൾ ഭാഗമാക്കാവുകയും ചെയ്യുക, അത് നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ അഖില് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറും വായിലൂടെ ഈ കുടിക്കലും തീറ്റയുമല്ല.
അത് നിങ്ങൾ ഖുർആനിൽ അക്കൽ ഉപയോഗിച്ചോടത്തൊക്കെ നോക്കുക. അനാഥകളുടെ മുതൽ തിന്നുന്നവർ, അവരുടെ വയറ്റിലേക്ക് തീയാണ് ഇറക്കണമെന്ന് പറഞ്ഞാൽ അഗ്നി മനുഷ്യനെ ദഹിപ്പിച്ച് കളയുന്നതാണ്. അത് ഞാൻ ഒരിക്കൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതാണ്, അല്ലാതെ വെറും തീറ്റയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ യതീംഖാന നടത്തുന്ന ആളുകൾ ഇപ്പൊ ചെയ്യാതൊന്നും കുഴപ്പമില്ല. അവർ തിന്നുന്നതൊക്കെ അവരുടെ മുതലാക്കാറും, പിന്നെ അവരുടെ ബാങ്ക് ബാലൻസും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. സ്കൂളുകൾ അവരുടെ പേരിൽ, എസ്റ്റേറ്റുകൾ അവരുടെ പേരിൽ, കാറുകൾ അവരുടെ പേരിൽ, മറ്റ് സുഖസൗകര്യങ്ങൾ മുഴുവൻ അവരുടെ പേരിൽ. ഇതൊക്കെ അവർ കൂട്ടിവെക്കുകയാണ് ഈ അനാഥ കുട്ടികളുടെ പേരിലും പറഞ്ഞ് പിരിച്ചിട്ട്. അവർക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു ബിരിയാണിയോ വേറെന്തെങ്കിലും വെച്ചു കൊടുത്ത് ഒരു സമൂഹത്തിലെ രണ്ടാം തരം പൗരന്മാരായിട്ട്, സമൂഹത്തിലെ ഒന്നിനും കൊള്ളരുതാത്ത ഒരു പൗരന്മാരായി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ദൗത്യം മാത്രമേ അതിൻ്റെ സംഘാടകർക്ക് നിർവഹിക്കാനുള്ളൂ. അവിടുന്ന് വളർന്ന ആളുകൾ എവിടെ എത്തിയിട്ടുമില്ല. ഇനി പിന്നെ എന്താണ് ഈ മരം എന്നുള്ളതും കൂടി ഞാൻ വിശദീകരിക്കാം. ഷജറ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഭിന്നത, ആശയക്കുഴപ്പം, സംഘർഷം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭിന്നതയും സംഘർഷവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഷജറ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. ഷജായറത്തിൽ ആയിലത്തു, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഷജായറായി എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ കലഹിക്കാൻ തുടങ്ങി എന്നാണ് അർത്ഥം. മുഷാജറത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അത് ഭാഷാപരമായിട്ട് അങ്ങനെയാണെങ്കിൽ ഖുർആനികമായിട്ടും അങ്ങനെ തന്നെയാണ്. സൂറത്ത് അന്നിസാ 4:65 പറയുന്നുണ്ട്, ഫലാവ റബ്ബിക, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ ഭൂമിയിൽ സമാധാനമുണ്ടാക്കി തീർക്കുന്ന ആളുകളാവുകയില്ല. ഹത്താ യുഹക്കിമൂക, അവർ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. ഫീമാ ഷജറ ബൈനഹും, അവർക്കിടയിലുള്ള ഭിന്നതകളിലും സംഘർഷങ്ങളിലും ആശയക്കുഴപ്പങ്ങളിലും നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. അതാണ് ഷജറ. ഫീമാ ഷജറ ബൈനഹും. അതെന്തുകൊണ്ട് പിന്നീട് അതിന് മരത്തിന് എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ, ഒരു മരത്തിന്റെ ചില്ലകൾ, കൊമ്പുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഒരു മരത്തിനുള്ളത്. ഒരു മരത്തിന്റെ കൊമ്പുകൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മരത്തിന് പിൽക്കാലഘട്ടത്തിൽ ഈ ഷജറ എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് ഷജറത്ത് എന്ന് പേരിട്ടത്. ഇനി നിങ്ങൾ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കിക്കോളൂ, ഷജറ എന്ന് പറഞ്ഞാൽ നിസാഉം ബൈനൽ ഇസ്നൈനി, രണ്ടാൾക്കിടയിൽ തർക്കം നടക്കുക, ഫി അമലിയത്തിന്, ഒരു പ്രവർത്തനത്തിൽ, ബിൽ ഐദി, കരങ്ങൾ കൊണ്ടും, മൊബിൽ അർജുലി, അവരുടെ കാലുകൾ കൊണ്ട് പരസ്പരം തല്ലുകൂടിയാന്ന് അതിന്റെ അർത്ഥം. അതാണ് ഷജറ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. നിസാഉം ബൈന ഇസ്നൈനി, രണ്ടാളുകൾക്കിടയിൽ ഒരു നിസാ, തർക്കവും ആശയക്കുഴപ്പവും സംഘർഷവും നടക്കുക. ഏതിൽ? ഫി അമലിയത്തിന്, ഒരു കർമ്മത്തിൽ, ഒരു പ്രവർത്തനത്തിൽ അവർക്കിടയിൽ തർക്കവും സംഘർഷവും നിലനിൽക്കുക. അത് ബിൽ ഐദി, കരങ്ങൾ കൊണ്ടാകാം, മൊബിൽ അർജുലി, കാലുകൊണ്ടും തല്ലൂടാം. അതിപ്പോ വികസിച്ച ഒന്നുകൂടി, ഇത് അന്നത്തെ അർത്ഥാണ്. ഇന്ന് വികസിച്ച ആയുധങ്ങൾ കൊണ്ടുമാകാം. ഇത് പണ്ട് കാലത്ത് എഴുതി വെച്ച അർത്ഥാണ്. ഇന്ന് ആ സംഘർഷം മൂത്ത് ആയുധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേത് ആയുധങ്ങൾ കൊണ്ടോ ഏത് സ്രോതസ് കൊണ്ടായാലും സമൂഹങ്ങൾക്കിടയിലുള്ള ഭിന്നതകൾ, ഈ ഭിന്നതക്കാണ് ഷജറത്ത്. അതാണ് രാജ്യത്തിനും സമൂഹത്തിനും അക്രമം രാജ്യത്ത് നടക്കുക, ഭിന്നത രാജ്യത്ത് നടക്കുക, സംഘർഷം രാജ്യത്ത് നടക്കുക. ആ ഷജറത്തിനെയാണ് അള്ളാഹു ശപിച്ചിട്ടുള്ളത്. അത് രാജ്യത്തിന് ദ്രോഹമാണ്. അങ്ങനത്തെ ഒരു സൊസൈറ്റി രാജ്യത്തിനും സമൂഹത്തിനും ഉപദ്രവകരമാണ്. ആ സൊസൈറ്റി ലോകത്ത് നിലനിന്നാൽ അത് മാനവരാശിക്ക് ഗുണമല്ല, ദോഷമാണ് അവരെ കൊണ്ടുണ്ടാവുക. അതുകൊണ്ട് അവർ ശപിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ സംഘർഷങ്ങളും ഭിന്നതയും സംഘട്ടനങ്ങളും നടക്കുന്ന, അത് പ്രവർത്തനത്തിലാകട്ടെ മറ്റേത് രംഗത്താകട്ടെ സംഘട്ടനങ്ങൾ നടക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ ഷജറത്ത് കൊണ്ട്, ഒരു സമൂഹത്തെയാണ് ഈ ഷജറത്ത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഷജറത്തിൽ നിന്നാണ് നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞത്. ആദിൻ നബിയോട് നീ അടുക്കരുത് എന്ന് പറഞ്ഞ ഷജറത്തും അത് തന്നെയാണ്. വലാ തഖ്റബ ഹാദിഹി ഷജറത, ഭിന്നതയാവുന്ന സംഘർഷങ്ങളാവുന്ന ഈ ഷജറത്തിനോട് നിങ്ങൾ അടുക്കരുത്. ഫതകൂന മിനൽ ളാലിമീൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അക്രമികളായിത്തീരും, നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. അതാണ് ഷജറത്ത് എന്നുള്ള വേർഡിന്റെ അർത്ഥം. നിങ്ങൾ പോയി നോക്കിയാൽ മതി. അതിന്റെ ഒന്നാമത്തെ അർത്ഥം അതാണ്. മലയാളത്തിലുള്ള ഡിക്ഷണറി എടുത്തിട്ട് ഒന്നാമത്തെ അർത്ഥം നോക്കിക്കൊണ്ട് ഭിന്നത, സംഘർഷം, സംഘട്ടനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സൂറത്ത് അന്നിസായിലെ 465 ആയത്ത് ഞാൻ ഓതി പറഞ്ഞു. അത് ഖുർആനും അത് തന്നെയാണ് പറയുന്നത്. ഫലാ വറബ്ബിക, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ മൂമിനുകളാവുകയില്ല. ഹത്താ യുഹക്കിമൂക, നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. ഏത് കാര്യത്തിൽ? ഫീമ, ഒന്നിൽ. ഏതിൽ? ഷജറ, അവർ മരമായി ബൈനഹും, അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന ആ ഷജറത്തിൽ.
എന്താണ് ആ ഷജറത്ത്? അവർക്കിടയിലുണ്ടായ ഷജറത്തിൽ നിന്നെ വിധികർത്താവാക്കണം. എന്താണ് അവർക്കിടയിലുള്ള ഷജറത്ത്? ഭിന്നതയും സംഘർഷങ്ങളും ആശയക്കുഴപ്പങ്ങളിലും ഈ ഖുർആനിനെ വിധികർത്താവാക്കണം. എന്നിട്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും സത്യത്തിന്റെയും ഇത് നടപ്പാക്കി ആ ഭിന്നത അവസാനിപ്പിച്ച് സമൂഹത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകണം. അതാണ് മസ്ജിദുൽ ദിറാറും. മസ്ജിദുൽ ദിറാറും അതന്നെ, അതാണല്ലോ വല്ലദീന തഖദു മസ്ജിദൻ ദിറാറൻ. രാജ്യത്തിനും സമൂഹത്തിനും ഉപദ്രവകരമായ ഒരു ആശയം സ്വീകരിച്ച ആളുകൾ. പിന്നെയോ കുഫ്റൻ, കുഫറിന് വേണ്ടി സ്വീകരിച്ച ആളുകൾ. വതഫരീഖൻ ബൈനൽ മുഅ്മിനീന, വിശ്വാസികൾക്കിടയിൽ സംഘർഷങ്ങളും ഗ്രൂപ്പിസവും ഉണ്ടാക്കാൻ വേണ്ടി സ്വീകരിച്ച മസ്ജിദ്. അതാണ് പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം മുആവിയ മുതൽ ഇതുവരെ നടന്നതൊക്കെ ഈ മസ്ജിദുൽ ദിറാറാണ്. മസ്ജിദ് സിറാത്തിലേക്ക്, അള്ളാഹുവിന്റെ ആശയത്തിലേക്ക് ലോകം തിരിച്ചു വന്നിട്ടില്ല. സംഘർഷങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും ഈ മുക്തമായ ഒരു മസ്ജിദ് സിറാത്തിലേക്ക്, അള്ളാഹുവിന്റെ ചൊവ്വായ ആശയത്തിലേക്ക് ലോകം തിരിച്ചു വരാതെ ഈ മസ്ജിദുൽ ദിറാറിൽ ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിന് മോചനമില്ല. നിങ്ങൾ അതിനോട് അടുക്കരുത് എന്ന് ആദമിനോട്, മാനവരാശിയോട് അള്ളാഹു ആദ്യമായി ഉപദേശിച്ചു വിട്ട ആ ഷജറത്തിനോട് നിങ്ങൾ അടുക്കരുത്, അത് നിങ്ങൾക്ക് ദോഷമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമികളായി തീരും. അതുകൊണ്ട് ഒരു മരത്തുമെന്ന് കുറച്ച് പഴം പറിച്ചു തിന്നല്ല, അല്ല. അതിനാണ് ഞാൻ അക്കിൽ ആദ്യം വിശദീകരിച്ചത്. തീറ്റ വിശദീകരിച്ചു പോകുന്നതാണ്. അത് നിങ്ങൾ ഉപയോഗിക്കരുത്. തീറ്റ പറഞ്ഞു പോകുന്നത് പിന്നെ ആ മരത്തിൽ നിന്ന് തിന്നരുത് എന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് സംശയം വരാതിരിക്കാനാണ്. ആ മരത്തിൽ നിന്ന് നിങ്ങൾ തിന്നരുത്. ഏതാണ് ആ മരം? ഇത് ലോകത്ത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഈ ഷജറത്ത് ഇതാണെന്ന്. സമൂഹത്തിൽ അന്തഛിദ്രതയും ഭിന്നതയും സംഘർഷങ്ങളും ആവുന്നതാണ് ആ മരം. ആ മരത്തോടടുത്താൽ, ആ മരത്തിൽ നിങ്ങളും അതിനോടടുത്താൽ, അതിൽ നിന്ന് തിന്നാൽ, അത് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ അക്രമികളായി പോവും. അത് രാജ്യത്തിനും സമൂഹത്തിനും ശാപമായി തീരും. അത് ശപിക്കപ്പെടേണ്ട മരമല്ലേ? ഇപ്പൊ ശപിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പോഴാണെങ്കിൽ അത്തരം ഒരു സമൂഹത്തെ ശപിക്കാൻ തോന്നുന്നുണ്ട്. ആ മരത്തെ നമുക്ക് ശപിക്കണം. ആ മരം രാജ്യത്തിനും സമൂഹത്തിനും ഗുണകരമല്ല. വെറുതെ വീണെടുക്കുന്ന ഒരു മരമല്ല, എവിടെയെങ്കിലും വീണെടുക്കണ ഒരു കല്ലല്ല, വീണെടുക്കണ ഒരു കസേരയല്ല. അതിന് അല്ലാഹുവിനെ ശപിക്കേണ്ട ആവശ്യമല്ല. അതിനാണ് ഞാൻ ആദ്യം നിങ്ങളുടെ ലയനത്ത് നടന്നതൊക്കെ എവിടുന്നാണ്? ലയനത്ത് നടന്നതൊക്കെ കുഫറുണ്ടായപ്പോൾ, തുകയാനുണ്ടായപ്പോൾ, ആയത്ത് അവസാനിപ്പിക്കുന്നതും അതാണ്. പക്ഷെ ജനങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഫമാ യസീദുഹും, അവർക്ക് വർദ്ധിച്ചില്ല. ഇല്ല തുകയാനും കബീറ, വലിയ വമ്പിച്ച അക്രമമല്ലാതെ അവരിൽ വർദ്ധിച്ചില്ല. ഈ മരത്തോട് അടുക്കരുത്, ശപിക്കപ്പെട്ട ഒരു മരമുണ്ടെന്ന് അവരോട് പറഞ്ഞു. അതൊരു പരീക്ഷണമാണ്. അതൊരു പരീക്ഷണമാക്കി മാനവരാശിയുടെ മുന്നിൽ വെച്ചതാണ് അല്ലാഹു. എന്നിട്ട് പറഞ്ഞു അതിനോട് അടുക്കരുത്. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടും ഫമാ യസീദുഹും, അവരിൽ വർധനവുണ്ടായില്ല. ഇല്ലാ തുകയാനൻ, താവൂത്ത്, തുകയാന്, താഴി, അക്രമമല്ലാതെ, അവരിൽ അക്രമമല്ലാതെ കബീറ, വമ്പിച്ച അതിമഹത്തായ അക്രമമല്ലാതെ ജനതയിൽ വർദ്ധിച്ചില്ല. ഇതിനോട് അടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. അത് ശപിക്കപ്പെട്ട മരമാണെന്ന് അവരോട് പറഞ്ഞു. അത് അവർക്ക് ഒരു പരീക്ഷണമായിട്ട് വെച്ചതാണെന്നും പറഞ്ഞു. ഒന്ന് ദൈവത്തിന്റെ ദർശനവും വെച്ചു, ഒന്ന് ഈ മരവും വെച്ചു. ഈ ആയത്തിൽ ഇത് രണ്ടും പരീക്ഷണമാണ്. ഏതാണ് മനുഷ്യൻ എടുക്കുന്നത് എന്ന് അതാണ് ആയത്തിൽ പറഞ്ഞത്. വൈദകുൽന ഇന്ന റബ്ബക അഹാത ബിന്നാസി, മാനവരാശിയെ കുറിച്ച് അല്ലാഹുവിന് ബോധമുണ്ട്, അറിവുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വമാ ജഅൽനൽ റുയല്ലതി അറൈനാക, നിനക്ക് ഞാൻ കാണിച്ചു തന്ന ഈ ദർശനത്തെ ഇല്ലാ ഫിത്നത്തൽ ലിന്നാസി, മാനവരാശിക്ക് ഒരു പരീക്ഷണമായിട്ടല്ലാതെ, വശജറത്തൽ മൽഊനതി, ശപിക്കപ്പെട്ട ഈ മരവും ഏത് മനുഷ്യനെടുക്കുമെന്ന് നോക്കാൻ. വേണമെങ്കിൽ നല്ലതെടുത്ത് നന്നായിക്കോളി. രണ്ടും ഒരു പരീക്ഷണമായിട്ട് ഇച്ഛാശക്തിയുള്ള മനുഷ്യനാണ് ഏതെടുക്കുന്നുണ്ട് എന്ന് നോക്കാൻ. രണ്ടും ഒന്ന് അള്ളാഹു ഈ പ്രവാചകന് കാണിപ്പിച്ചു കൊടുത്ത ഈ ദർശനം, ഇത് വേണോ ഷജറത്തൽ മൽഊനത്ത് വേണോ, ഇത് രണ്ടും മുന്നിൽ വെച്ചു. പക്ഷെ അള്ളാഹു പറഞ്ഞു ഫമാ യസീദുഹും ഇല്ലാ തുകയാനം കബീറ, രണ്ടും വെച്ചിട്ട് എന്താ കാര്യം? അവരിൽ തുകയാനല്ലാതെ വേറൊന്നും വർദ്ധിച്ചില്ല, അക്രമമല്ലാതെ വേറൊന്നും ഈ ജനതയിൽ വർദ്ധിച്ചില്ല. അതാണ് ഈ മസ്ജിദുൽ ദിറാർ, ഈ ഷജറത്തുൽ മൽഊനത്താണ് 1400 വർഷത്തോളമായിട്ട് ഈ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലാണ് ഈ സമൂഹം, അതിൽ നിന്നാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഏതോ ഒരു പണ്ഡിതൻ പറഞ്ഞത് ശരിയാണ്. ഇത് നരകത്തിൽ മുളക്കുന്ന മരമാണ്. അത് ശരിയാണ്, ഇത് നരകത്തിൽ മുളക്കുന്ന മരമാണ്. ഈ ഷജറത്ത് നരകത്തിലാണ് മുളക്കുന്നത്. ഈ നരകത്തിൽ, അത് ഏതോ പണ്ഡിതൻ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞതാണെന്ന് അറിയില്ല. ഒരു പണ്ഡിതൻ ഇതിന് വ്യാഖ്യാനിച്ചു ഈ മരം നരകത്തിലാണ് മുളക്കുക. അക്രമവും അനീതിയും ശപിക്കപ്പെട്ട ഒരു മരം നരകത്തിലേ മുളക്കൂ.
നീതിയും ധർമ്മവും നടക്കുന്ന സ്വർഗത്തിൽ ആ മരം മുളക്കില്ല. അത് ശരിയാണ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ നരകത്തിലെ അത് ശരിയാണ്. അക്രമവും അനീതിയും അരാജകത്വം സംഘർഷങ്ങൾ കൊണ്ട് നരകതുല്യമായ ഒരു നരകത്തിലെ ഈ മരം മുളക്കൂ. സമാധാനവും ക്ഷേമവും നീതിയും ധർമ്മവും സത്യവും നീതിയും നടപ്പാക്കുന്ന ഒരു സ്വർഗഭൂമിയിൽ ഈ മരം മുളക്കൂല, ഈ ശതറത്തുൽ മൽഊനത്ത് മുളക്കൂല. ആ പണ്ഡിതൻ ഏതർത്ഥത്തിൽ പറഞ്ഞതാണെങ്കിലും ശരി, ഈ അർത്ഥത്തിൽ അത് ശരിയാണ്. ആ വ്യാഖ്യാനത്തിലെ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ മലയാളത്തിലെ വിശദീകരണം എഴുതിയ, വെറും അർത്ഥം എഴുതിയ പരിഭാഷയല്ല, വിശദീകരണം എഴുതിയ പരിഭാഷയിലുണ്ട് ഇത് നരകത്തിൽ മുളക്കുന്ന മരമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഈ ശപിക്കപ്പെട്ട ഈ മരം കാത്തിരുന്നിട്ട് കാര്യമല്ല. അങ്ങനെ ഒരു അചേതനമായ വസ്തുവിനെ ശപിക്കേണ്ട ആവശ്യം എന്താണ്? അതന്നെ, സ്വർഗത്തിലാണ് സ്വർഗത്തിലല്ല മരം. അവരെ സ്വർഗത്തിലാക്കിയിട്ട് ഈ മരത്തോട് അടുക്കരുതെന്നാണ്. നല്ല ഒരു ജീവിതം പറയുന്നത് സ്വർഗത്തിലാണെങ്കിലും ഈ സംഘർഷങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരിൽ സംഘർഷം ഉണ്ടായി. ഇബിലീസ് അവരിൽ സ്വാധീനിച്ചു. ഇബിലീസ് സ്വാധീനിച്ചപ്പോ ഈ മരത്തിന്ന് പോലെ തിന്നാൻ തുടങ്ങി. അപ്പൊ അവരുടെ ദൂഷ്യങ്ങൾ വെളിവാകാൻ തുടങ്ങി. സൂവ് വെളിവാകാൻ തുടങ്ങി. സൂവ് എന്ന് പറഞ്ഞാൽ നഗ്നതയല്ല. ഇവര് സൂവ് വെളിവായി എന്ന് പറഞ്ഞാൽ അപ്പോലെ ദക്കറും മറിച്ചും കണ്ടു എന്നാണ് ഇവരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പിന്നെ സൂവ് എന്ന് പറഞ്ഞാൽ തിന്മകൾ ആ സമൂഹത്തിൽ വെളിവാകാൻ തുടങ്ങി. നമ്മളും ഇതിലാണെങ്കിൽ നമ്മളോടും നിർദ്ദേശമുണ്ട് ഈ ഷജറത്തിനോട് പോകരുത്. ഇപ്പൊ നിങ്ങൾ ഈ ജന്നത്തിലാണെങ്കിൽ ഇപ്പൊ നമ്മളോടും നിർദ്ദേശമുണ്ട്, ഇങ്ങനെ ഒരു ഷജറത്ത് ഇടപെടുന്നുണ്ട്, അതിനോട് അടിക്കരുത്. അതാണ് ആക്കിലൂനമിന ഷജറത്തിൽ സക്കും. അപ്പോ ഇനി പുതിയൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഇല്ല. ഇത്രയാണ് ഖുർആനില്. ഇനി വേറെ എവിടെയെങ്കിലും ഷജറത്തിൽ എന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മനസ്സിലാക്കാൻ പാടില്ല. അലം തറ ഷജറത്തിൻ ത്വയ്യിബത്തിൻ നസ്ലുഹ, ഏകദേശം അങ്ങോട്ട് തന്നെ പോണത് ഷജറത്തും ത്വയ്യിബത്ത്. അപ്പൊ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ആയത്തുകൾക്ക് വ്യാഖ്യാനിക്കാൻ പാടില്ല. ഈ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ആയത്തുകൾക്ക് വ്യാഖ്യാനം നൽകിയതാണ് ഒന്നാമത് നമ്മുടെ സമൂഹം ചെയ്ത ഒരു തെറ്റ്. ഏതെങ്കിലും ഒരു ആയത്ത് അവിടുന്ന് പൊക്കുക, അവിടുന്ന് പൊക്കിയിട്ട് ഏതെങ്കിലും ഒരാളെ പേരിക്കത് ആ ആയത്തിനെ വെക്കും. അങ്ങനെ വെക്കും. ഇതൊരു പ്രാദേശികത്വം വരികയാണ്. അപ്പോൾ ഈ ഖുർആന് ഇതൊരു പ്രാദേശിക ഗ്രന്ഥമല്ല. ഇത് മക്കൾക്കും മക്കയുടെ ചുറ്റുപാടുള്ള കുറച്ച് ആളുകൾക്കുള്ള ആയത്തും അവർക്ക് പറ്റിയ ഗ്രന്ഥവും അവർക്ക് പറ്റിയ ദീനുമല്ല. ഇത് സാർവലൗകികമായ ഒരു ഗ്രന്ഥമാണ്. അങ്ങനെ പറയുമ്പോഴേ ഇത് ശരിയാവുള്ളൂ. ഇതിൽ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ സാർവലൗകികമായി മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഒരു നായ എന്ന് പറഞ്ഞാൽ ഒരു നായിനെ ഇതിൽ ഉദാഹരിക്കണമെന്നുണ്ടെങ്കിൽ അത് സാർവലൗകികമായുള്ള ഒരു ജീവിയാകുമ്പോഴേ അത് പറയുള്ളൂ. മനുഷ്യനെ കാണുന്നതാണ് സൂര്യൻ. അതാണ് സൂര്യനെ പറയുന്നത്. ഏത് ഭൂമിയിൽ എവിടെ നിന്ന് നോക്കിയാലും സൂര്യനെ കാണും. അപ്പോ സാർവലൗകികമായി എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന വാക്കുകളെ ഇതിൽ വെക്കുള്ളൂ. പിന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നതും പഠിച്ചതും അങ്ങനെ ആയതുകൊണ്ടാണ്. നമ്മൾ വളർന്ന് പഠിച്ച് മനസ്സിലാക്കി വന്നതും നമ്മൾ തിന്നതും കുടിച്ചതും ഒക്കെ ഇന്ന് നിലവിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ശരിയിലേക്ക് എത്താനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ. ആ ഒരു പ്രയാസമുള്ളൂ. നേരെ മറിച്ച് ഈ ബുക്ക് ഓഫ് ബുഖാരിയുടെ ബുക്ക് മാറ്റിവെച്ച് ബുക്ക് ഓഫ് അള്ളാന്റെ ബുക്ക് മാത്രം അങ്ങോട്ട് എടുത്ത് അത് മാത്രം മനസ്സിലാക്കാൻ വന്നാൽ ഈ പ്രയാസങ്ങൾ നേരിടൂല. നമ്മളിപ്പോൾ ബുക്ക് ഓഫ് അള്ളയും ബുക്ക് ഓഫ് ബുഖാരിയും രണ്ടും കൂടി കൂട്ടി ഖുർആനെ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഖുർആൻ മനസ്സിലാകാതെ വന്നത്. അതാണ് നമുക്ക് പറ്റിയത്. ഖുർആൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ് ഖുർആൻ എന്തെളുപ്പം എന്നാ ചോദിക്കണത്. ഖുർആൻ എളുപ്പമല്ലാതിരിക്കാനുള്ള കാരണം ഇതാണ്. എന്താണ്? ഇത് ബുക്ക് ഓഫ് അള്ളയെ ബുക്ക് ഓഫ് ബുഖാരി കൊണ്ട് വ്യാഖ്യാനിച്ചപ്പോൾ ഇതിന്റെ ആശയം അട്ടിമറിക്കപ്പെട്ടു. അങ്ങനെ അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഇത് മനസ്സിലാക്കാതെ, അതുകൊണ്ട് തന്നെ ഖുർആൻ പരിഭാഷ ഒരു പാരഗ്രാഫ് വായിച്ച ഒരു ശരാശരി മനുഷ്യൻ ഏത് അമുസ്ലിമിന്റെ കയ്യിൽ ഒരു പരിഭാഷ കൊടുത്തിട്ട് ഒരു പാരഗ്രാഫ് വായിക്കുമ്പോഴത്തേന് അത് അവിടെ വെക്കും. ഇത് മനസ്സിലാവണില്ല മാഷേ എന്ന് പറയും. കാരണം ഇത് മനസ്സിലാവില്ല. ഇത് മനസ്സിലായാൽ തന്നെ വിലപിക്കുന്ന അള്ളാഹു, മക്കളെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാട്ടി, ഞാൻ ഇടങ്ങേറായിക്കാണ്, നിങ്ങൾ മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കി, ഇങ്ങനെ വിലപിക്കണ പഠിച്ചവൻ നീതിമാനാണെന്ന് പറഞ്ഞ് അപ്പുറത്ത് അനീതി കാണിക്കില്ല. ഈ വ്യവസ്ഥയിൽ മുഴുവൻ അനീതി കാണുക. പെണ്ണുങ്ങൾക്കൊരു നീതി, അടിമക്കൊരു നീതി, രാജാവിനൊരു നീതി,
നാട്ടുകാർക്കൊരു നീതി, ഇങ്ങോട്ട് അള്ളാഹു നീതിമാനാണെന്ന് പറയും ചെയ്യാം. ഇങ്ങനെ ഈ വൈരുദ്ധ്യങ്ങൾ കാണുമ്പോഴാണ് ആളുകൾക്ക് ഇതെന്ത് ബുക്ക് ഓഫ് അള്ളാഹ്, ഇതെന്ത് അള്ളാഹിന്റെ ബുക്കാന്നല്ല തോന്നുന്നത്, ഇതവിടെ മടക്കി വെച്ചിട്ട് വേറെ വല്ല പണിയും നോക്കാനൊക്കെ. സർവശക്തനാണെന്ന് പറയും, എല്ലാം അറിയുന്നവനാണെന്ന് പറയും, പക്ഷെ ഒന്നും അറിയാത്ത അവസ്ഥ വിശേഷം ഇവരുടെ പരിഭാഷകളിൽ കാണുന്നു. അസീസാണെന്ന് പറയും, പക്ഷെ അവന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്ന പല വ്യാഖ്യാനങ്ങളും കാണുന്നു. അപ്പൊ ഈ വൈരുദ്ധ്യങ്ങള്, അലീമാണെന്ന് പറയുന്നു, റഊഫാണെന്ന് പറയുന്നു, പക്ഷെ റഊഫത്ത് കാണില്ല. റഹീമാണെന്ന് പറഞ്ഞു, പക്ഷെ അവന്റെ റഹ്മത്ത് കാണില്ല. ഇങ്ങനെ അള്ളാഹു സർവശക്തനാണെന്ന് പറയും, പക്ഷെ ഇവിടുന്ന് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എല്ലാ അനീതിയും അക്രമങ്ങളും ദുരിതങ്ങളും ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അള്ള നോക്കി കുത്തിരിക്കുക, ഉറങ്ങുക. മാർപ്പാപ്പ ഈ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോയപ്പോൾ പിരീന മാർപ്പാപ്പയുടെ ഇതിലുണ്ടായിരുന്നു, ദൈവം ഉറങ്ങുകയാണെന്ന് ഞാൻ ചിലപ്പോൾ സംശയിച്ചു. കാരണം ദൈവം ഇടപെടുന്നില്ല എവിടെയും, ലോകത്താകമാനം ദുരിതം മുഴുവൻ നടക്കുന്നു. അപ്പം മാർപ്പാപ്പ പിരിഞ്ഞ മാർപ്പാപ്പയുടെ അവസാനത്തെ അയാളുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ എനിക്ക് ദൈവത്തെക്കുറിച്ച് ഉറങ്ങുകയാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. കാരണം ഇടപെടില്ല പഠിച്ചോ. വളരെ വളരെ വിനീതൻ. മക്കളെ, നിങ്ങൾ ഒന്ന് എന്തെങ്കിലും കാട്ടി, നിങ്ങളുടെ ഒരു ബുക്ക് കൊടുത്തു വെച്ചിട്ട് മഹമ്മദിനെ നിങ്ങൾ ഒന്നും കാട്ടരുതെട്ടില് അങ്ങനെ വിലപിക്കണം. നിങ്ങൾ മഹമ്മദിനെ ഒന്നും കാട്ടണ്ട, മൂപ്പരെ ഒന്ന് സഹായിക്കും. ഇങ്ങനെ വിലപിക്കുന്ന അള്ളാഹു. അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കിയപ്പോഴും ആ വ്യവസ്ഥിതി വിശദീകരിച്ചപ്പോഴാണ് അവിടെ ദൈവത്തിന്റെ നീതി അവിടെ ഇടപെടാനാണ്. അങ്ങനെ കാണുമ്പോഴാണ് ഈ പല ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾ ഇതെന്ത് മതം എന്ന് പറഞ്ഞിട്ട് ഈ മതം ഒഴിവാക്കി പോണത്. ഞങ്ങൾ പിശാചിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി, ഞങ്ങൾ ശൈത്താന്റെ ആളുകളാണ്. ശൈത്താന്റെ പാർട്ടിന്റെ ലോകത്ത് അതറിയാം നിങ്ങൾക്ക്, യൂറോപ്പിലൊക്കെ പല ശൈത്താന്റെ പാർട്ടിയുണ്ട്. ഈ അള്ളാഹിനെക്കാളും നല്ല ശൈത്താനാണ്. കാരണം എവിടെ ഇടപെടാത്ത അള്ളാഹു, നോക്കി നിൽക്കണ അള്ളാഹു, ഈ അള്ളാഹിനെക്കാളും നല്ല ശൈത്താന്റെ പാർട്ടിയാന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഘം തന്നെ നെറ്റിലൊക്കെ ഉണ്ടാവട്ടെ, വിശാലമായ അവരുടെ പിന്നെ ഇതൊക്കെ വിശദീകരിക്കുന്ന ലേഖനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രവർത്തനങ്ങളൊക്കെ. കാരണം മാർപ്പാപ്പ പറഞ്ഞ പോലെ ഈ അള്ള ഉറങ്ങുകയാണ്, ഈ ദൈവം ഉറങ്ങുകയാണ്. എന്നെ ചവിട്ടി മതിച്ച് എന്റെ ജീവിതവും എന്റെ നാരായ വേര് മുഴുവൻ തോണ്ടിയിട്ടും ഒരു പ്രശ്നമല്ല. അള്ള നോക്കിക്കൊത്തിരിക്കുക, എന്നെ പിന്നെ ദുരിതം അനുഭവിപ്പിച്ച ആള് സുഖമായി ജീവിക്കും ചെയ്യാം, ഓനൊരു പോറലുമില്ല. ഇതൊക്കെ നോക്കി പടച്ചോൻ കുത്തിരിക്കും ചെയ്യാം. അപ്പോഴാണ് ഇവർക്ക് തോന്നിയത് ഇതെന്ത് പടച്ചോൻ. അവിടെ ദൈവത്തിന്റെ ഈ വ്യവസ്ഥിതി ഇടപെട്ടിട്ട് അവിടെ ഇവന് പകരം ഈ ആക്രമിക്കപ്പെട്ടവന് വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഇത് അവിടെ അള്ളാഹു ഇടപെടണം. ഇവര് പറയുന്ന അള്ളാഹ്ക്ക് ഇടപെടാൻ പറ്റൂല. നമ്മളുടെ പറയുന്ന അള്ളാഹു നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ട്. ഇവർ ഒരു സ്ഥലത്ത് പറയും ചെയ്യും നിന്റെ ജീവനാടിയേക്കാൾ അള്ളാഹു അടുത്താണ്. ഇതേ അള്ളാഹു ഇവന്റെ രക്തത്തെക്കാളും രക്തധമനിയേക്കാളും ഒക്കെ ഇവനോട് അടുത്ത് കിടക്കുന്ന, ഇവനിൽ തന്നെയുള്ള ഈ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ഈ ദൈവം ആവുന്ന അള്ളാഹു അവനിൽ തന്നെ ഉണ്ടായിരിക്കെ ഇവരെന്നെ പറയും ചെയ്യും അള്ളാഹു രാത്രി 12 മണിക്ക് ഇറങ്ങി വരിക. ഇതാ പറയുന്നത്, ഈ വൈരുദ്ധ്യങ്ങൾ ഇവനിൽ അന്തർലീനമായ അള്ളാഹു അവിടെ ഇടപെടണം. അനീതി നടക്കുന്നിടത്ത് നീതി അവൻ ഇടപെടണം. അസത്യം അതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, സത്യം മാത്രം പറയുന്ന എന്റെ സുഹൃത്ത് പറഞ്ഞത് 51% മതി എന്നാ. ശരിയാണ്, 51% മതി. ഞാനത് 90% പറഞ്ഞു. 90% സത്യം പറയുന്ന ആളുകളാണ് ലോകത്തെങ്കിൽ ലോകം പ്രകാശമാനമാകും. ഒരൊറ്റ മൂല്യം മതി, ഒരൊറ്റ അള്ള നിലയിറങ്ങിയാൽ മതി. സത്യം പറയുക എന്ന് പറയുന്ന ഒരൊറ്റ അള്ളാഹു ഭൂമിയിൽ നിലത്തിറങ്ങിയാൽ ലോകം പ്രകാശമാനമാകും. അത് പാരമ്പര്യവാദികൾ പറയും ഈ സൂര്യൻ അസ്തമിക്കൂലെന്ന് എഴുതിയപ്പോൾ പ്രകാശമാനമാവുമെന്ന് ഞാൻ പറഞ്ഞാല് അതിന് പാരമ്പര്യവാദികൾ പിൽക്കാലഘട്ടത്തിൽ വന്ന എഴുതിയേക്കും. സത്യം പറയുന്ന ഒരു ലോകം വന്നാൽ സൂര്യൻ അസ്തമിക്കൂലെന്ന് എഴുതിയേക്കും. കാരണം പ്രകാശമാനമാവുന്ന പറഞ്ഞാൽ ഒരു കഥയെ മനസ്സിലാവുള്ളൂ സാധുക്കൾക്ക്. ആശയപരമാണ് അതൊന്നും, അത് മെറ്റീരിയലായിട്ട് കാണും. അപ്പോൾ എഴുതിയേക്കും സൂര്യൻ. അതാണല്ലോ നബി സിറാജാണെന്ന് പറഞ്ഞപ്പോൾ നബിക്ക് നിഴലില്ലാന്ന് എഴുതിയത്. ഞാൻ വെറുതെ പറയില്ല, അവർക്ക് അതേ മനസ്സിലാകാനുള്ള ബുദ്ധിപരമായ ചിന്ത അവർക്ക് വർക്ക് ചെയ്യണില്ല. നബി സിറാജൻ മുനീറ എന്ന് പറഞ്ഞപ്പോൾ നബി നിഴലില്ല, നബി ട്യൂബ് ലൈറ്റ് ആണെന്ന് എഴുതി വെച്ചു. അതാണ് 51% അള്ളാഹുവിന്റെ മൗലികമായ സിദ്ധാന്തങ്ങളിൽ ഒന്ന് ഭൂമിയിൽ നിലത്തിറങ്ങിയാൽ ലോകം നിങ്ങൾ ഈ പറയുന്ന ലോകം പ്രകാശമാനമാകും. ആ ലോകത്തൊന്ന് ജീവിക്കുന്നത് തന്നെ എന്ത് സുഖമായിരിക്കും നിങ്ങൾക്കറിയോ. ഇത്രയും ദൈവത്തിന്റെ നീതി 20% കൂടിയില്ല ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്തില്. ഇവിടെ തന്നെ എന്ത് സുഖം, ഇവിടെ തന്നെ എന്ത് സുഖം അല്ലേ.
പ്രധാനമന്ത്രി 10 ഉറുപ്പ്യ മതി ഒരു വിവര അവകാശം ചോദിച്ചിട്ട് നമ്മൾ വിവരം തരാൻ പറഞ്ഞാൽ തരണം. ഇവിടെ തന്നെ എന്താ നീതി 1% പോലും ഇല്ലാത്ത സൗദി പോയിട്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. എന്നിട്ട് അതാണ് അത്ര പുണ്യഭൂമി. ഇതാ പുണ്യഭൂമി. 20% ഉള്ള ഈ രാജ്യമാണ് പുണ്യഭൂമി എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ സ്വതന്ത്ര വായു ശ്വസിക്കാലോ, അഭിപ്രായം പറയാലോ. അപ്പൊ നിങ്ങളൊരു ദൈവത്തിന്റെ നീതി ഒരു 60% 70% നടപ്പാകുന്ന ഇവിടെ 20% പോലും ഇല്ല ഇന്ത്യ രാജ്യത്ത്. ഇവിടെ തന്നെ സുഖങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ദൈവത്തിന്റെ നീതി ഒരു 60% 70% ദൈവിക നീതി നടപ്പാക്കുന്ന ഒരു രാജ്യം സങ്കല്പിച്ച് നോക്കൂ. അവിടെ എന്തായിരിക്കും സുഖം? നിങ്ങളുടെ ഒരു മുട്ടുസൂചി പോലും അന്യായമായിട്ട് ഒരാളെടുക്കൂല. അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് ലോകം പോകുന്നതാണ് എൻ്റെ ധാരണ. അങ്ങോട്ട് പോകാതെ മനുഷ്യന്റെ ഈ അറിവുകൾ മാറ്റി പണിതുകൊണ്ട് മുന്നോട്ടല്ലാതെ ഇനി മനുഷ്യന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ചില രാജ്യങ്ങളും ചില പ്രദേശങ്ങളൊക്കെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ലോകത്ത് ഭൂരിപക്ഷവും അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. ലോകത്തിന് ഇനി മുന്നോട്ടല്ലാതെ പോകാൻ കഴിയില്ല. ഇവന്റെ അറിവുകൾ മാറ്റി പണിതുകൊണ്ടിരിക്കുക. അവന് തടസ്സമായി കൊണ്ടിരിക്കുന്ന, അവന് പുരോഗതിക്കും അവന്റെ സുഖത്തിനും അവന്റെ നന്മക്കും വിഘാതമായി നിൽക്കുന്ന നിയമവ്യവസ്ഥകളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ചില രാജ്യങ്ങളും ചില ജനതയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോക്കാണ് ഇവിടെയെങ്കിലും നമ്മളെ എത്തിച്ചതെന്നാണ് ഞാൻ പറയണത്. ഇതില്ലായിരുന്നുവെങ്കിൽ ലോകം ഒരു 5000 വർഷമെങ്കിലും പിന്നോട്ട് പോകുമായിരുന്നു. ലോകത്ത് മുഴുവൻ മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ. ഈ സാമ്പ്രദായിക മുസ്ലിങ്ങളാണ് ലോകത്ത് മുഴുവൻ ഇന്നത്തെ സാമ്പ്രദായിക മുസ്ലിങ്ങളാണ് ലോകത്ത് മുഴുവൻ ഉള്ളതെങ്കിൽ ലോകത്ത് ഈ പറയുന്ന മൈക്ക പോയിട്ട് ഒന്നും ഉണ്ടാവില്ല. മനുഷ്യൻ ഓരോരോ അറിവുകൾ പുതുതായി അവന്റെ അറിവുകളെ, അതിലെ പാകപ്പിഴവുകളും അതിനവന് ദോഷമായി വരുന്ന വിജ്ഞാനങ്ങളെയൊക്കെ മാറ്റി അവന് ഗുണകരമാക്കിയ വിജ്ഞാനങ്ങളെ മാറ്റി ഓരോരോ ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ജനതയുടെ കൂടെ ഈ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, ഈ ഖുർആനിന്റെ ഈ നല്ല നീതിയുടെ ധർമ്മത്തിന്റെ ഈ വശം വ്യാഖ്യാനിച്ചുകൊണ്ട് ആ മുന്നോട്ട് പോകുന്ന ആ ജനതയുടെ കൂടെ നമുക്കും കൂടെ ചേരാതെ അവരുടെ ഭാഗമാക്കാതെ ഇനി ഈ സമൂഹത്തിന് പുരോഗതി കിട്ടുകയില്ല, ഈ സമൂഹത്തിന് ഒരു വെളിച്ചം കിട്ടുകയില്ല, ഈ സമൂഹത്തിനൊരു നന്മ ലഭിക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ മസ്ജിദുൽ ദിറാറും ഈ ശാപത്തിന്റെ ഈ ആശയം, ഉപദ്രവകരമായ ഈ ആശയം, ഇതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അതിനോടടുക്കാതെ നന്മയുടെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ഒരു വ്യവസ്ഥിതിയുമായി നമുക്ക് മുന്നോട്ട് പോകാതെ രക്ഷയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഖുർആനിന്റെ ആ വശം വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ ഈ തല്ലുകൂടലൊന്നും മതല്ല. ഇപ്പൊ ഈ കാണുന്നതൊക്കെയാണ് മസ്ജിദുൽ ദിറാറാണ്. ഇവിടെ മസ്ജിദുൽ ദിറാറാണ്. മസ്ജിദുൽ ദിറാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കത്ത് നബിയുടെ പള്ളിനെ തോൽപ്പിക്കാൻ വേറൊരു പള്ളി അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതാ മസ്ജിദുൽ ദിറാർ. മസ്ജിദ് എന്ന് പറഞ്ഞാൽ തന്നെ ആശയാണത്. ഈ ആശയത്തിലേക്കാണ്, മസ്ജിദുൽ അക്സയിലേക്കാണ് നബിനെ കൊണ്ടുപോയിക്കുന്നത്. നബി മാക്സിമത്തിലേക്കാണ് നബിനെ കൊണ്ടുപോയിക്കുന്നത്. നന്മയുടെയും നീതിയുടെയും ഈ ആശയത്തിന്റെ മാക്സിമത്തിലേക്കാണ് മുഹമ്മദ് നബിനെ കൊണ്ടുപോയിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും അത്ര കൊണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഖുർആനിൽ പറയുന്നതാണ് അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അക്സ. മസ്ജിദുൽ അക്സയിലേക്കാണ് മുഹമ്മദ് നബിയെ കൊണ്ടുപോകുന്നത്. അതാണ് ഈ മുഹമ്മദ് നബിയോടുകൂടി നബുവത്തിന്റെ ഏകദേശം പരിസമാപ്തിയായി എന്നുള്ളത് പറയാനും കാരണം. അക്സ എന്ന് പറഞ്ഞാൽ മാക്സിമം, അങ്ങേയറ്റാണത്. ഇത് മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇസ്രായേലിലവിടെ ഈ സുലൈമാൻ നബി ഉണ്ടാക്കിയ പള്ളിയാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇവർ പറയണത് ഇപ്പൊ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ സലാഹുദ്ദീൻ അയ്യൂബ് ഉണ്ടാക്കിയ പള്ളിയാന്നൊക്കെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് അതിന് ചരിത്രപരമായ തെളിവ് ധരിക്കണം. അറേബ്യയിലൊക്കെ ചില പണ്ഡിതന്മാരൊക്കെ തന്നെ പറയുന്നു. ബൈത്തുൽ മുഖദ്ദസ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ആശയമാണ്, പള്ളിയല്ല. മെറ്റീരിയലായ പള്ളി എന്നുള്ള സങ്കല്പമൊക്കെ ഈ വിഗ്രഹാരാധനയിൽ നിന്ന് വന്നതാണ്. മഴയിൽ നിന്നും വെയിലിൽ നിന്നും ചൂടിൽ നിന്നൊക്കെ സംരക്ഷണം നേടാൻ വിഗ്രഹങ്ങൾക്കൊരു ഷെൽട്ടർ വേണം. അപ്പം ഉണ്ടാക്കി കൊടുത്തതാണ്. അള്ളാഹ്ക്കൊരു ഷെൽട്ടറൊന്നും വേണ്ട. പള്ളി അള്ളാഹ്ക്കൊരു കെട്ടിടം. അതാ പറഞ്ഞത് അള്ളാഹു വളരെ ദുർബലല്ല. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു കെട്ടിടം വേണമെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ എനിക്കൊരു വീടുണ്ടാക്കി തരും, ഞങ്ങൾക്ക് അവിടുന്ന് വീടുണ്ടാക്കി തരാം. അല്ല, അവിടുന്ന് ശക്തനാകണേ, ഇവിടുന്ന് ശക്തിയില്ല. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു വീട് വേണമെങ്കിൽ അള്ളാഹ്ക്ക് തന്നെ ഉണ്ടാക്കി കൂടെ ഇവിടുന്ന്. അതാ ഞാൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾക്കത് പറഞ്ഞാൽ ഞാൻ അള്ളാഹു ദുർബലനാകുന്ന ഇവിടുന്ന് വളരെ ദുർബലനാകുക. നിങ്ങളുടെ മക്കളെ എനിക്കൊരു വീട് ഇവിടെ ഉണ്ടാക്കി തരും, ഞങ്ങൾക്ക് അവിടെ ഒരു വീട് ഉണ്ടാക്കി തരാം.
എന്നാ അള്ളാഹ്ക്ക് പെടുത്തന്നെ ഒരു വീടുണ്ടാക്കിക്കൂടെ? അള്ളാഹ്ക്ക് നമ്മൾ ഈ മനുഷ്യന്മാരെ ഇടങ്ങാറാക്കിയിട്ടും ഇബ്രാഹിം പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുത്തിയിട്ടൊക്കെ ഇടങ്ങാറാക്കി. മനുഷ്യന് സംരക്ഷണമായി ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഇടങ്ങേറ് വരുമ്പോഴൊക്കെ അവൻ്റെ വീട്ടിലേക്ക് വന്നാൽ അവനൊരു സമാധാനം എന്നതുപോലെ മനുഷ്യന്റെ ആശയപരമായ സംഘർഷങ്ങൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ അവൻ അഭയം തേടാനുള്ള ഒരു വീടാണിത്. അതാണിത്. ഭൂമിയിലുള്ള വീടാണെങ്കിൽ ആ ഭൂമിക്ക് പറ്റുന്ന എന്തൊക്കെ ബലഹീനതകളും ദൗർബല്യങ്ങളുണ്ടോ ആ ദൗർബല്യങ്ങളൊക്കെ ആ വീടിനും പറ്റൂലേ? ഒരു ഭൂമിക്ക് എന്തൊക്കെ ദൗർബല്യങ്ങൾ വരുമോ? ഒരു സുനാമി വന്നാൽ അത് തകരും, ഒരു പ്രളയം വന്നാൽ അത് തകരും, ഒരു ഭൂമി ഉൽക്കം വന്നാൽ ഭൂമി തകരും. ഈ തകർച്ചകളൊക്കെ അവിടെ നിലനിൽക്കുന്ന വീടിനും വരും. പിന്നെ എന്ത് അവിടേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ നിർഭയരായി എന്ന് പറയും ചെയ്യും. എന്ത് നിർഭയത്താ? ഇങ്ങോട്ട് 4 പുറം പോലീസുകാരെ നിർത്തുകയും ചെയ്യും. നിർഭയത്താണ്. 4 പുറം ആയിരക്കണക്കിന് സെക്യൂരിറ്റി അവൻ നിർത്തുക. ഇങ്ങോട്ട് ആ ബൈത്തിൽ കിടന്നാൽ സുരക്ഷിതമായി എന്ന് പറയും ചെയ്യും. എന്ത് സുരക്ഷിതത്വം? അതിനേക്കാൾ സുരക്ഷിതമായ അതിനേക്കാൾ സുരക്ഷിതത്വം വൈറ്റ് ഹൗസിലുണ്ട് അല്ലേ? അതിനേക്കാൾ സുരക്ഷിതത്വം വൈറ്റ് ഹൗസിലുണ്ട്. സെക്യൂരിറ്റി ഇല്ലാതെ സെക്യൂരിറ്റിയും പാറാവുകാരും ഈ നല്ല ആയുധം, നിങ്ങൾ മറ്റേ ടി വിയിലൊക്കെ കാണിക്കുമ്പോണ്ടാവും നല്ല ആയുധമൊക്കെ കൈ പിടിച്ചിങ്ങനെ നിൽക്കുക. എന്തിനധികം നമ്മൾ ഒരു നല്ല ചെരുപ്പ് വെച്ചാൽ കിട്ടൂല. പിന്നെ നിങ്ങൾക്ക് അതേപോലെ സേഫ്റ്റി ഇല്ല. എന്നിട്ട് വമൻ ദഹലഹു ആമിന, അതിൽ പ്രവേശിച്ച അവൻ സുരക്ഷിതനായി എന്ന് പറഞ്ഞു. എന്ത് സുരക്ഷിതത്വം? അള്ളാഹു പറയുന്നത് ആ വീട്ടിൽ പ്രവേശിച്ചവൻ സുരക്ഷിതനായി. അതാണ് ഈ ആശയമാണത്. ഉന്നതമായ ഒരു ആശയത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുന്ന സുരക്ഷിതത്വവും സുരക്ഷിത ബോധവുമാണത്. അതൊരു മെറ്റീരിയലിലാക്കി. അതാ ഞാൻ പറഞ്ഞ ഭൂമിക്ക് എന്തൊക്കെ ദൗർബല്യങ്ങളും എന്തൊക്കെ ബലഹീനതകളും ഭൂമിക്കുണ്ടോ ആ ദൗർബല്യങ്ങളും ബലഹീനതകളും ഒക്കെ അതിലുള്ള വസ്തുക്കൾക്കും വരും എന്നാണ് ഞാൻ പറയണത്. അത് ഞങ്ങൾ ഇവരെ എഴുതിയ ചരിത്രത്തിലുണ്ട്. എത്രയോ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിലേക്ക് കഅബ നശിച്ചുകൊണ്ടു പിന്നെ പുതുക്കി പണിയതാണെന്ന് ചരിത്രത്തിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം കഅബ പൊളിഞ്ഞു പോപ്പിന് വെള്ളപ്പൊക്കത്തിൽ തകർന്നിട്ടുണ്ട്. പിന്നെ പുതുക്കി പണിതാണെന്ന്. അപ്പൊ ഉന്നതമായ ഒരു ആശയത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷിതത ബോധം, അതാണ് ബൈത്ത് എന്ന് പറയാൻ കാരണം. അത് ഞാൻ പറഞ്ഞല്ലോ, മാ എന്ന് പറയും, ബൈത്ത് എന്ന് പറയും, ഫുർഖാൻ എന്ന് പറയും, നൂർ എന്ന് പറയും, മീസാൻ എന്ന് പറയും, ഹിക്മത്ത് എന്ന് പറയും, ഖുർആൻ എന്ന് പറയും, കിതാബ് എന്ന് പറയും. ഇതൊക്കെ ഇതിന്റെ വിശേഷണങ്ങളാണ്. മനുഷ്യന് ഉന്നതമായ ആശയങ്ങൾ തേടി അഭയം പ്രാപിക്കാനുള്ള ഒരു ഷെൽട്ടറാണ് ഇത്. ഈ ആശയം എന്താണ്, എങ്ങനെ ഇതിൽക്കും കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഒരു കെട്ടിടമല്ല. അതാണ് ഇത് മാനവരാശിക്ക് ഗുണകരമാണ് ഈ വീട് ഇതെന്ന് പറയുന്നത്. അതാണ് ഈ പ്രത്യയശാസ്ത്രം. വേണമെങ്കിൽ എടുത്തോളി, അത്ര എനിക്ക് പറയാനുള്ളൂ. വേണമെങ്കിൽ എടുത്തോളി, അല്ലെങ്കിൽ ഈ നാട്ടു നടപ്പിന്റെ പിന്നാലെ ദുരിതം പേര് നടന്നോളി. എനിക്ക് അത്രേ പറയും. ഇത് 4 ആൾക്കാരോട് പറയാൻ മടിയാണ്. അപ്പൊ നമ്മളെ കുട്ടികളെ കെട്ടിച്ചിട്ട പ്രശ്നം ഉണ്ടാവും, സമൂഹത്തിൽ സ്റ്റാറ്റസ് പോകുമെന്നുള്ള പേടി. ഇത് പറഞ്ഞിട്ടോ ഉന്നതമായ ഈ ആശയം പറഞ്ഞിട്ട് എങ്ങനെ നമ്മുടെ സ്റ്റാറ്റസ് പോകും? നിങ്ങൾ ഈ 12% കാണുന്നുള്ളൂ. 88% വേറെന്താ ഇവിടെ? അതെന്താ കാണാത്തത്? അവർ മനസ്സിലാക്കുന്നത് ഇതാണല്ലോ ശരി. 88% പേരുടെ വേറൊരു കൂട്ടരുണ്ട്. ഈ നീതിയും ഇത് വേണമെന്ന് പറയുന്ന ആളുകൾ. ഇത് 12% പേരുന്ന ഈ 4 മോലിയാക്കന്മാരെയും 4 പുരോഹിതന്മാരെയും കണ്ടിട്ട് ആകെ നമ്മൾ ഈ പോകുമല്ലോ എന്നുള്ള പേടിയുണ്ട. 12% ലോകത്ത് മുസ്ലിങ്ങൾ വല്ലാതൊന്നും കൂടുതലില്ല. ഇത് വല്ലാതെന്ന ആളുകൾക്ക് ഇപ്പൊന്നും വേണമെന്നില്ല. ഇത് ജീവിതത്തിലില്ല. ആരാ നിസ്കരിക്കണവർ? ഇവിടെ കുറച്ച് ആൾക്കാർ മോലിയന്മാർ വരെ നിസ്കരിക്കണില്ല. അതറിയണത് ഞങ്ങൾ തെറുക്കാക്കാന്ന് പറയാം. ഞങ്ങൾ നടന്ന കാലത്തെ ഇന്നിപ്പോ നമ്മളെന്താ നിസ്കാരം? അത് നമുക്ക് തെറുക്കാക്കാണ്, ഒഴിവാക്കാന്ന്. ജമ്മു കസറത്ത് തെറുക്ക്. 3ാമത്തത് ഞങ്ങൾ അധികം കൊടുക്കുക. ഈമാനില്ല. സത്യത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളി പൊളിച്ചാൽ നിങ്ങൾക്ക് അത് അറിയുള്ളൂ. ഇതിന്റെ ഉള്ളി ഞാൻ പൊളിച്ചാൽ നിങ്ങൾക്ക് ഇതിലെ ഈമാനില്ല ആൾക്കാർ. ഈമാനൊന്നുകൊണ്ടൊന്നല്ല, ഇതിൽ കുറച്ച് ഭൗതികമായ കുറച്ച് കാര്യങ്ങൾ കിട്ടുകൊണ്ട് ഇതിൽ നിൽക്കുക അല്ലാതെ ഈ ഖുർആനിലെ ഈമാനുണ്ടോന്നല്ല. അല്ലാതെ ഈ മുടിക്ക് പ്രത്യേകത ഉണ്ടായിട്ടൊന്നല്ല ഈ മുടി കൊണ്ട് നടക്കുന്നത്. ആ മുടി കൊണ്ട് അവനാന്റെ കുട്ടികളെ പോറ്റാൻ പറ്റുമെന്നാണ് നോക്കണത്. ഇതാണ് പ്രശ്നം. ഒരാൾ എഴുതി ഒരു മുടി വെട്ടി ഒരാൾക്ക് വൃത്തിയാക്കി കൊടുക്കുന്ന ബാർബർ അത് വൃത്തിയാക്കി മനുഷ്യരെ വൃത്തിയാക്കി വിട്ട് അവന്റെ കുട്ടിയെ പോറ്റുന്നു. ഒരു മുടിക്ക് പവിത്രത കൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവന്റെ കുട്ടികളെയും പോറ്റുന്നു. ഇതിലെ മുഴുവൻ അന്ധവിശ്വാസങ്ങളും മറ്റതും വിളിച്ചു പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ, വേറൊരു കൂട്ടം പുരോഹിതന്മാർ, അവരും അവരുടെ കുട്ടികളെ പോറ്റുന്നു. ഈ 3 പോറ്റലിൽ ഏറ്റവും നല്ല പോറ്റൽ ഏതാണ്?
ഈ 3 പോറ്റലിൽ ഏറ്റവും നല്ല പോറ്റൽ ഏതാണ്? ആ, അതാ പറയണത്. അവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകണത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ചിന്ത ഉപയോഗിക്കുക.